നിങ്ങളത് പരിശോധിച്ചില്ലെങ്കിൽ അത് എന്തിനു കെട്ടുക മാത്രം വെച്ചോ? അതുഴു എന്ന ദായതുഴൂന്നാണ് പേര്. അതില് അതുഴു എന്ന് പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിക്കുക എന്നാണ്, ഞാൻ ആരാധിക്കുക എന്നല്ല. ആരാധിക്കാനുള്ള പദ്ധത്തിന് ഖുർആൻ ഉപയോഗിക്കല് ഇത് പറയാൻ പറ്റുമോ എന്നല്ല നമ്മുടെ വിഷയം. അബദ അബുദാണ്. ഇയാക്കാൻ അബുദു അള്ളാഹ് ആ പദം അറിയാത്തതല്ലോ. അവിടെ പ്രാർത്ഥിക്കാനാ പറഞ്ഞു. ഞാൻ ലോകത്ത് അള്ളാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കൂ എന്ന് അതുഴുൻ അബുദിന് അർത്ഥം കൊടുത്തു. ഇന്നമയുടെ മാത്രം കെട്ടു. രണ്ട് കളവ് നടത്തിയിട്ടാണ് ആ വാക്ക് എഴുതിക്കുന്നത്. നിങ്ങൾ പണ്ട് പരിശോധിച്ചോളി, ഇല്ലെങ്കിൽ പറയും എന്തിനാണ് ഈ കൃത്രിമം ചെയ്തത്? അപ്പൊ ഇത് നമുക്ക് നിലക്കണം. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ഈ പൊതുജനങ്ങളെ പ്രാർത്ഥിച്ച് ചുരുക്കിലേക്ക് കൊണ്ടുപോകുന്ന ഈ വഴി, അത് മുഖേന നമ്മുടെ ജീവിതങ്ങൾക്ക് അത് നിലക്കാൻ വേണ്ടി ഇത്തരം കൃത്രിമം. പിന്നെ ഖിയാമത്ത് സംബന്ധിച്ചുള്ള അറിവ് പടച്ചോന്റെ അടുത്ത് മാത്രമാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു വിശദീകരിച്ച് പറഞ്ഞില്ല. ഖുർആനിൽ അള്ളാഹ് അത് പറഞ്ഞോടത്തൊക്കെ ഇന്നമാ ഇൽമുഹ ഇൻദ റബ്ബി ഇന്നമാ ഇൽമുഹ ഇൻദല്ലാഹ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അവിടെയൊക്കെ ഇത് മാത്രം കെട്ടുകണം. ഈ ഖിയാമത്ത് ഞാൻ പായത്തോട് വിശദീകരിച്ചാൽ വേറെ ഉണ്ടാവില്ല, സമയം പോകുന്നതാണ്. ഖുർആൻ ഖിയാമത്ത് വിവരം എന്റെ റബ്ബിന്റെ അടുക്കൽ മാത്രമാണ്, അല്ലെങ്കിൽ അള്ളാഹുവിൽ മാത്രമാണ് എന്ന അർത്ഥം വരുന്നോടത്ത് മുഴുവനും ആ സമസ്തക്കാര് വളരുന്നുണ്ട്. ഇവയിൽ പറഞ്ഞ് അയാളുടെ പരിഭാഷയില് മാത്രം കെട്ടിരിക്കുകയാണ്, ഒരു തുള്ളു മാത്രമല്ല. അപ്പൊ അവർക്ക് എന്താ ഖിയാമത്തിനെ സംബന്ധിച്ചുള്ള വിവരം അള്ളാഹ്ക്കും അറിയും, വേറെ പലർക്കും നമ്മളെ ആൾക്കാർക്കും അറിയും. അതാണ് നമ്മൾ പഠിപ്പിച്ചൊക്കെ. അതിനു വേണ്ടി അപ്പൊ പരിശുദ്ധ ഖുർആന്റെ താല്പര്യത്തിന് ആ ആയത്തുകളെ നമ്മളെ കാലിനൊപ്പിച്ചിട്ട് ചെരുപ്പിനൊപ്പിച്ച് കാലുകൾ മുറിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾക്ക് ഒറ്റ പരിഭാഷ രണ്ട് പരിഭാഷത്ത് പോലെ പരിഭാഷത്ത് ആർക്കും ഏത് ചെറിയ മന്ദബുദ്ധിക്കാരന് മനസ്സിലാവും. അങ്ങനെയെല്ലാം കണ്ടപ്പോ ഇതിൽ തുടർന്നു പോകാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കത്ത് 13 കൊല്ലം ജീവിച്ചൊന്നും കേട്ടില്ലേ? നിബൂവത്ത് കിട്ടിയ ശേഷം എല്ലാവർക്കും അറിയാലത്. 13ാമത്തെ 40 നിബൂവത്ത് കിട്ടി. 13 കൊല്ലം കഴിഞ്ഞ് 53 ഹിജറ വഴിയിലൊക്കെയുള്ള ചെറുപ്പം പഠിച്ചിട്ടുണ്ട്. 10-13 കൊല്ലം നബി അവിടെ താമസിച്ചു. അക്കാലത്ത് ശരീഅത്തിന്റെ ഒരു നിയമം ഉണ്ടായിട്ടില്ല, നിസ്കാരമില്ല. ഈ പോലെ നമ്മൾ നിർവഹിക്കുന്ന പോലുള്ള ഒരു കൃത്യമായ 5 നേരത്തെ മായത്തായ നിസ്കാരം അവർക്ക് ഏതോ നിസ്കാരം വിശദീകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഒരു നിസ്കാരമുണ്ട്, പ്രാർത്ഥന, വെക്കാത്തില്ല. ഇങ്ങനെയുള്ള ഈ ഇസ്ലാമിൽ ഇന്ന് അറിയപ്പെടുന്ന ചടങ്ങുകളൊന്നും നോമ്പില്ല, ഒന്നുമില്ല. പിന്നെ എന്തായിരുന്നു എനിക്കാണ് പണി? നിങ്ങളൊന്ന് മനസ്സിലാക്കണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നിസ്കരിക്കാൻ പറഞ്ഞ നിസ്കാരം ഈ നേരം ശറയാക്കപ്പെട്ട പിന്നെ മിഅ്റാജിനകത്ത് നിസ്കാരം ശറയാക്കി എല്ലാവർക്കും അറിയാം. അപ്പൊ നിസ്കാരമില്ല, നോമ്പില്ല, ഈ പറയപ്പെട്ട ആൾക്കുള്ള സക്കാത്ത് ഹജ്ജ് ഒന്നുമില്ല. പിന്നെ എന്തേലും എനിക്ക് പണി? എന്തായിരുന്നു നിങ്ങൾ ചിന്തിച്ചതിനെ പറ്റി? ഒറ്റ കാര്യം ഞാൻ ഈ ഓതി ആയത്തില്ലേ, ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഇത് പഠിപ്പിച്ചു തന്നു. നമ്മളെ പഴയ സുന്നികളുടെ സമ്പ്രദായം ചെല്ലും. വല്ലതും നമ്മളെ ബാധിച്ചാൽ, വല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിയോട്ട എന്തായാലും നമ്മളെ ബാധിച്ചാൽ ബദരീങ്ങളെ മൊയ്തീശേഖരൻ അമ്പർത്ത വാപ്പ ഇതല്ലേ നമ്മളെല്ലാം പറഞ്ഞു. നമ്മളെ കുടുംബത്തിൽ കേട്ടീനും മുസ്ലിമീങ്ങൾ വീടുന്ന് അള്ളാഹുവേ എന്ന് പറഞ്ഞ് ഈ സങ്കടം ബോധിപ്പിക്കുന്ന, ഈ പ്രയാസം അകറ്റിത്തരണമെന്ന് പറഞ്ഞ്, ഈ രോഗം മാറ്റിത്തരണമെന്നോ ഈ നേട്ടം കൈവരിത്തരണമെന്നോ പാത്തൊരു വീടും ഇല്ലല്ലോ. അങ്ങനെയുള്ള നമ്മുടെ സമ്പ്രദായം നമ്മൾക്ക് കുട്ടികളായ കാലത്ത് ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. ആ ഒരു സ്വഭാവത്തിൽ തന്നെയാണ് അവിടെ ഉണ്ടായിരുന്നു. നബി മക്കത്തും ഉണ്ടായില്ലേ. അള്ളാഹുവിനെ വിശ്വസ്തവരാണെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ കാര്യങ്ങളല്ല അള്ളാഹല്ലാത്തവരുടെ പറഞ്ഞിട്ട്. അതാണ് ഓർക്കുണ്ടായിരുന്ന മുഹമ്മദ് വരുമ്പോൾ അവരുണ്ടായ സമ്പ്രദായം അള്ളാഹു വിശ്വസ്തവരാണ്, അള്ളയാണ് പഠിക്കുന്നത്, സൃഷ്ടിക്കുന്നത്, രക്ഷിക്കുന്നത്, പഠിപ്പിക്കുന്നത്, എല്ലാം അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഒരാവശ്യങ്ങളൊക്കെ പറഞ്ഞതിന് അള്ളാഹ് അല്ലാത്ത മറ്റു പലരോടുമാണ്, അള്ളാഹ് കൊടുത്ത കൈകൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പലരോടുമാണ് വിശദീകരിച്ച് പറയാൻ എല്ലാവർക്കും അറിയാതെ. അതാണ് ഓരോ സമ്പ്രദായം. അത് മാറ്റിയെടുത്ത് അവരവരെ വിഷമങ്ങൾ രക്ഷപ്പെടുത്താനും നേട്ടങ്ങൾ കൈവരുത്താനും കോട്ടങ്ങൾ തീർക്കാനും പ്രാർത്ഥിക്കുവാൻ അള്ളാഹു മാത്രമേ അർഹനുള്ളൂ. നഫ്ഉൽ അവങ്കിൽ മാത്രമാണ്, അവനോട് മാത്രമേ പ്രാർത്ഥിക്കൂ. ഇതാണ് മുഹമ്മദ് നബിന്റെ 13 കൊല്ലത്തെ പണി. അത് പഠിപ്പിക്കുന്നു. അവരാ പ്രാർത്ഥന, ആ മൂന്നർത്ഥ പ്രാർത്ഥന അള്ളല്ലാത്തവരെ അവരെ കാര്യങ്ങളിൽ രക്ഷപ്പെടാനും നേട്ടണ്ടാകാനും കോട്ട രക്ഷപ്പെടാനുള്ള പ്രാർത്ഥന മാറ്റിയെടുത്ത് അള്ളാഹുവോട് ആവരാതി ബോധിപ്പിച്ച്
നേട്ടങ്ങൾക്ക് വേണ്ടിയും കോട്ടങ്ങൾ രക്ഷപ്പെടാനും പടച്ചോട് വാർത്തക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. ഇതാണ് നബിന്റെ പണി. 13 കൊല്ലത്തെ കാര്യമായ പ്രവൃത്തി അതായിരുന്നു. അപ്പൊ അതാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത്. മുഹമ്മദ് മക്കത്ത് വരുമ്പോണ്ടായിരുന്ന അവസ്ഥയാണ് കേരളത്തിൽ മുസ്ലിം ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് മലബാറില്. നമ്മൾ മലബാറുകാരാണല്ലോ പഴയ കാലത്ത്. ഇവിടെയുള്ള ആളുകൾ അള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ചു ജയിപ്പിക്കുന്നു മരിപ്പിക്കുന്നു കള്ളയെന്ന് പറയാന്നല്ലാതെ ആവശ്യങ്ങൾക്ക് നേടാനും ബുദ്ധിമുട്ടിൽ നിന്ന് രക്ഷപ്പെടാനും അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്ന സമ്പ്രദായം, ആവരാതിപ്പെടുന്ന സമ്പ്രദായം, ദ്വാരക്കുന്ന സമ്പ്രദായം ഇവിടെ ഇല്ലായിരുന്നു. മറ്റു ദ്വാരക്കാരനും ഓരിയർ വായിക്കേണ്ട ആൾക്കറിയില്ല. മനസ്സിൽ തട്ടി പറഞ്ഞു അവരാന്റെ ഭാഷയിൽ പറഞ്ഞു അതൊക്കെ അല്ലാത്തതോടെയാണ്. ഇതാണ് ഉണ്ടായിരുന്നത്. അത് മാറ്റി അള്ളാഹുവോടാണ് പ്രാർത്ഥിക്കേണ്ടത്. ഉപകാരപത്രം അവന്റെ കയ്യിലാണ്. അവനെ കൊണ്ട് നമ്മൾ രക്ഷപ്പെടുത്താനാവൂ, നമ്മളെ മോചിപ്പിക്കാനാവൂ, നമ്മളെ പ്രയാസം തീർത്തരാൻ കഴിയൂ, നമുക്ക് നേട്ടമുണ്ടാക്കി തരാൻ കഴിയൂ എന്ന് പഠിപ്പിക്കാൻ വന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനം. അറിയാലോ. അതുകൊണ്ട് ഇന്ന് മാറ്റം വന്നു. ഭയമായി തന്നെയല്ല. 10 ആള് പതിനീകളെ എന്ന് പറയുമ്പോ 2 ആണെങ്കിൽ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് പറയാനാ കൂടുതലുണ്ടാവും. ബസ് പറയുകയാണെങ്കിലും മറ്റെന്താ അപകടം വരികയാണെങ്കിലും. ഇത് ഈ പ്രസ്ഥാനത്ത് നേട്ടമാണ്. ഒരുപാട് പറയാനുണ്ട്, എങ്കിലും ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്നെന്നുമുള്ള പരലോകത്തിൽ രക്ഷ ആഗ്രഹിക്കുന്നവര്, അള്ളാഹുവിനാണ് യഥാർത്ഥ ജീവിതം. ഇതൊരു ജീവിതമല്ല. ഇവിടെ നമുക്ക് ഒരു താൽക്കാലികമായ പോക്ക് സ്ഥലമാണ്. വലിയതാണ് ഇവിടെ നമ്മളെ മദ്രസ ആഖിറ ഇവിടെ അവിടെ കൃഷിയാണ് സ്ഥലമാണ് ഇവിടെ എന്ന് മനസ്സിലാക്കിയ മുസ്ലിം സഹോദരിമാരെ, പരലോക രക്ഷ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഈ നിലകൊള്ളുന്ന ഇവിടെ നടന്നു വരുന്ന ഈ സുന്നി പ്രസ്ഥാനം ഒഴിവായി ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇരിക്കുന്നത് പറഞ്ഞാൽ നമുക്ക് ഇസ്ലാഹി പ്രസ്ഥാനം നിങ്ങളുടെ കടന്നു വരണം. അതിന് അല്ലാഹു തആല തൗഫീഖ് അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആഖിറത്തിൽ യഥാർത്ഥ വിധി സിറാത്ത് മുസ്തഖീമിലൂടെ ചെന്ന് ആഖിറത്തിൽ രക്ഷപ്പെടുന്നത് നമ്മളുമായി ബന്ധപ്പെട്ട വേണ്ടപ്പെട്ട കടപ്പെട്ട എല്ലാവരെയും അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വിരമിക്കുന്നു. അസ്സലാമു അലൈക്കും. അടുത്തത് ഇൻഷാ അല്ലാഹ് മദ്ഹബും തഖ്ലീദും, മദ്ഹബിന്റെ ഇമാമിയോടുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സമീപനങ്ങളുമൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ബഹുമാനായ ഉമർ ഫൈസി സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി വമാ അന മിനൽ മുശ്രിക്കീൻ. വേദിയിൽ ഉപവിഷ്ടരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. മഹാന്മാരായ കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ, അതുപോലെ നിരവധി പണ്ഡിതന്മാർ സംവദിച്ച ഒരു മഹത്തായ വേദിയിലാണ് നാം സംവദിച്ചിരിക്കുന്നത്. സൗദി അറേബ്യയുടെയും യമന്റെയും ബോർഡറിൽ നിന്ന് ഈ മഹത്തായ പരിപാടിയിൽ നിങ്ങളോടുകൂടെ സംവദിക്കാൻ അവസരം നൽകിയ അള്ളാഹുവിനെ ഞാൻ ആദ്യമായി സ്തുതിക്കുകയാണ്. അതിനുവേണ്ടി പ്രവർത്തിച്ച സംഘാടകർക്കും അതുപോലെ എൻ്റെ സുഹൃത്തും ബന്ധുവും നിങ്ങളുടെ നാട്ടുകാരനുമായ അബ്ദുസമദ് സാഹിബിനും പ്രത്യേകമായി എൻ്റെ കൃതജ്ഞത അറിയിക്കുകയാണ്. അള്ളാഹു നമ്മിൽ നിന്നത് നല്ല ഒരു സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, ഇവിടെ അന്ത്യമില്ലാത്ത കാലത്തോളം അള്ളാഹുവിന്റെ സ്വർഗീയാരാമത്തിൽ കഴിയണമെന്ന ലക്ഷ്യമാണ് ഈ പ്രോഗ്രാം കൊണ്ടും മതപരമായ മുഴുവൻ കാര്യങ്ങളും കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നതും ലക്ഷ്യമാണ്. അപ്പൊ നമ്മോട് അള്ളാഹുവിന്റെ ഒരു കൽപ്പനയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറഞ്ഞു, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. നബിയെ തങ്ങൾ പറയണം, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് കൃത്യമായ ഉറപ്പോടുകൂടെയാണ് ഞാൻ ക്ഷണിക്കുന്നത്. ഞാനും വമൻ ഇത്തബഅനി, എന്നെ പിന്തുടർന്നവരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഈ ദീനിന്റെ പ്രവർത്തകരായി മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ പറയുന്നത് ശരിയാണ്, ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ശരിയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ്. മുജാഹിദുകൾ പറയുന്നത് തെറ്റാണ് എങ്കിൽ ഒരാൾ മുജാഹിദിന്റെ പള്ളിയിൽ കയറാൻ പാടില്ല. നമ്മുടെ നാട്ടിൽ കാണുന്നത് അതല്ല. സാധാരണക്കാരായ ആളുകൾ മുജാഹിദിന്റെതാണെങ്കിൽ പള്ളിയല്ലേ, നമസ്കാരമല്ലേ, കൂടിക്കളയാം. ഇത് എല്ലാ സംഘടനകളുടെ വക്താക്കളും മുജാഹിദുകളുടെ പള്ളിയിൽ കയറുന്നു. ഖുർആനിന് എതിരാണത്. ഖുർആൻ പറയുന്നു, നിങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതും വിശ്വസിക്കുന്നതും
സത്യമാണെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായും ഉറപ്പുണ്ടായിരിക്കണം. മുഹമ്മദ് നബിയോട് അള്ളാഹ് പറയുകയാണ്, നബിയെ തങ്ങൾ പറയണം, ഖുൽ ഹാദീ സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന, ഞാൻ കൃത്യമായ ഉറപ്പോടുകൂടെയാണ് ഈ പാതയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നത്. ഇതാണ് എന്റെ മാർഗം. നബി പഠിപ്പിച്ച ആ ഒരു മതം, ആ ഒരു ആദർശം, ആ ഒരു കർമ്മങ്ങൾ, ഇത് കൃത്യമാണ്. ഇതിനപ്പുറം ഒന്നുമില്ല. ഇതിനപ്പുറമുള്ളത് മുഴുവനും ബാത്തിലാണ്. ഞാൻ വമനിത്തബഅനി, എന്നെ പിന്തുടർന്നു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടർന്നവരാണല്ലോ നമ്മൾ. എങ്കിൽ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത് തെറ്റാണെങ്കിൽ ഈ മഹല്ലത്തിലെ ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരോടും കാരണവന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സുകളിൽ നിങ്ങൾ കൃത്യമായും പഠിപ്പിക്കേണ്ടതുണ്ട്. മുജാഹിദ് ആദർശം തെറ്റാണ് എന്നും സമസ്തയുടെ ആദർശം 100% ശരിയാണെന്നും അതിനപ്പുറമുള്ളത് ബാത്തിലാണ് എന്നും പഠിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് അള്ളാഹു അവന്റെ ഖുർആനിൽ പറയുന്നത്. സൂറത്ത് യൂസുഫിലെ 108-ാം വചനം നിങ്ങൾ നോക്കുക. ഇത് കൃത്യമായ ഖുർആനിന്റെ കൽപ്പനയാണ്, അതിന് വിപരീതമാണ്. ഈ പുത്തനങ്ങാടി മഹല്ലിൽ അല്ലെങ്കിൽ മറ്റു മഹല്ലുകളിലെ ഏതെങ്കിലും സാധാരണക്കാരൻ ഒരു മുജാഹിദിന്റെ പള്ളിയിൽ കേറുന്നു എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടെ ആത്മീയ മേഖലയ്ക്ക് നേതൃത്വം നൽകുന്ന പണ്ഡിതന്മാർക്കുണ്ട്, അതുപോലെ അവർക്ക് സഹായം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികൾക്കുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഒരു മനുഷ്യൻ പറയുന്നു, അള്ളാഹുവിന്റെ റസൂൽ പ്രവർത്തിച്ച, നബിയുടെ സഹാബത്ത് പ്രവർത്തിച്ച, താബീകളും തബിൾ താബീകളും പ്രവർത്തിച്ച കാര്യങ്ങൾ മാത്രമേ ഞാൻ പ്രവർത്തിക്കൂ, അവർ വിശ്വസിച്ചത് മാത്രമേ ഞാൻ വിശ്വസിക്കൂ, അതിനപ്പുറമുള്ളതൊന്നും ഞാൻ ചെയ്യില്ല എന്നൊരാൾ വാശി പിടിച്ചാൽ അവൻ സ്വർഗത്തിൽ പോവില്ലെന്ന് പറയാൻ കഴിയുമോ? ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വൽ 12-ന് എങ്ങനെയാണ് മൗലിദ് ഓതിയത് എന്നെനിക്കറിയേണ്ടതുണ്ട് എന്നൊരാൾ വാശി പിടിച്ചാൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത ഈ നാട്ടിലെ പണ്ഡിതന്മാർക്കില്ലേ? അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സ്ത്രീകൾ പള്ളിയിലേക്ക് പോയിട്ടില്ല, ജുമുഅക്ക് പോയിട്ടില്ല എങ്കിൽ അത് കൃത്യമായും തടയപ്പെടേണ്ടതാണ്. നബിയുടെ കാലത്ത് പോയിട്ടുണ്ടോ ഇല്ലേ എന്ന് പഠിപ്പിക്കേണ്ട ബാധ്യത ഇവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ പെണ്ണ് പള്ളിയിൽ പോകുന്ന പള്ളികളിലേക്ക് ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകൾ പോകുന്നുണ്ടെങ്കിൽ അതൊരിക്കലും പോവാൻ പാടില്ല, തടയപ്പെടേണ്ടതാണ്. ഉണ്ടോ ഇല്ലേ എന്ന് സാധാരണക്കാർക്ക് അറിയേണ്ടതുണ്ട്. അതുപോലെ ഓരോ കർമ്മങ്ങളും റസൂലുള്ളാഹി ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും, സഹാബത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, കുല്ലു ഇബാദത്തിൻ ലാ യതഅബ്ബദുഹാ സ്വഹാബ റസൂലില്ലാഹ് ഫലാ തഅബ്ബദുഹാ ഫഇന്നൽ അവ്വല ലം യദഇ ലിൽ-ആഖിരി മഖാല. റസൂലുള്ളാഹിയുടെ സഹാബത്ത് ആരാധനയായി കണ്ടതെന്തോ അത് നിങ്ങൾ ആരാധനയായി കാണുക, അല്ലാത്തത് മുഴുവനും നിങ്ങൾ മാറ്റിവെക്കുക. റസൂലുള്ളാഹിയുടെ സഹാബത്ത് മയ്യത്ത് കൊണ്ടുപോയപ്പോ എങ്ങനെയാണ് ദിക്ർ ചൊല്ലിയത്, അതുപോലെ നിങ്ങൾ ദിക്ർ ചൊല്ലുക. റസൂലുള്ളാഹിയുടെ സഹാബത്ത് കണ്ണോക്കിന്റെ അന്ന് എന്താണ് ഉണ്ടാക്കിയത് അത് നിങ്ങളും ഉണ്ടാക്കുക. റസൂലുള്ളാഹിയുടെ സഹാബത്ത് അടിയന്തരം ഉണ്ടാക്കിയത് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ ഉണ്ടാക്കണം എന്നിവിടെയുള്ള ഒരു സാധാരണക്കാരൻ ഇവിടെയുള്ള ഉസ്താദുമാരോട് ചോദിച്ചാൽ അവർക്കത് അറിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ പ്രവാചകൻ പറഞ്ഞത്, പ്രവാചകന്റെ സഹാബത്ത് പ്രവർത്തിച്ചത് ആണോ അല്ലേ എന്ന് ഉറപ്പാവേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഖുർആനിന്റെ കൽപ്പനയാണ്, ഖുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹി അലാ ബസീറത്തിൻ അന വമനിത്തബഅനി. എന്നെ പിന്തുടർന്നവനും ഞാനും പറയുന്നതും പ്രവർത്തിക്കുന്നതും കൃത്യമായ ഉറപ്പോടുകൂടെയാണ്. ഞങ്ങൾ പറയുന്നത് ശരിയാണ്, ഇതിനപ്പുറമുള്ളത് ബാത്തിലാണ് എന്ന് പറഞ്ഞ് മുജാഹിദിന്റെ പള്ളി ബഹിഷ്കരിക്കാൻ, മുജാഹിദിന്റെ കല്യാണം ബഹിഷ്കരിക്കാൻ ബഹുമാനപ്പെട്ട എന്റെ പിതാവിനേക്കാൾ പ്രായമുള്ള കുഞ്ഞാലൻ മുസ്ലിയാർ സംസാരിക്കുമ്പോ നമ്മുടെ കണ്ണ് നിറയുകയാണ് സഹോദരങ്ങളെ. അദ്ദേഹത്തെ പോലെയുള്ള പണ്ഡിതന്മാർക്ക് ഈ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാൻ അവസരമില്ലാതെ പോയി. കാരണം ഇവിടെയുള്ള സാഹചര്യം ഞാൻ പറയട്ടെ, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട KNM-ന്റെ സെക്രട്ടറി അബ്ദുറഹ്മാൻ സലഫി ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഫൈസി നമുക്ക് മംഗലാപുരം കാളി 70ഓളം മഹല്ലത്തിന്റെ കാളിയാണ് കോട്ട അബ്ദുൽ ഖാദർ മുസ്ലിയാർ, അദ്ദേഹത്തെ നമുക്കൊന്ന് പോയി കാണണം, അദ്ദേഹം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചു എന്ന്. ആ സന്ദർഭത്തിൽ യൂണിവേഴ്സിറ്റിയിൽ എന്തോ ആഭ്യന്തര ആവശ്യാർത്ഥം സലഫിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ അരികിലേക്ക് ഞാൻ സ്വന്തമായി പോവേണ്ടി വന്നു. കാസർഗോഡ് ജില്ലയിലെ KNM-ന്റെ ഏതാനും പ്രവർത്തകരുണ്ട്.
ഇങ്ങനെ കോട്ട് അബ്ദുൽ ഖാദർ മുസ്ലിയാരെ അറിയാത്ത സമസ്തക്കാരുണ്ടാവില്ലല്ലോ. ഇവിടെ കുറ്റിപ്പുറത്ത് മുജാഹിദ് സമ്മേളനം നടത്തിയപ്പോ സാഹിബിന്റെ പ്രഭാഷണത്തിന് മറുപടി പറയാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു സമ്മേളനം നടത്തിയിരുന്നു കുറ്റിപ്പുറത്ത്. ആ സമ്മേളനത്തിൽ സുന്ദരമായി സുന്നത്ത് ജമാഅത്ത് അവതരിപ്പിച്ച കോട്ട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് 2 മണിക്കൂർ നേരം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ കർമ്മപരവും വിശ്വാസപരവുമായ കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് വിശ്വാസപരമായ കാര്യത്തിൽ, അഖീദയുടെ കാര്യത്തിൽ, അതുപോലെ ഉസൂൽ ഫിഖ്ഹിന്റെ കാര്യത്തിൽ മുജാഹിദുകൾ പറയുന്നത് ശരിയാണ് എന്ന് പറഞ്ഞപ്പോ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പൊന്നാര ഉസ്താദേ, എങ്കിൽ ഈ സത്യം നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞാൽ കോടിക്കണക്കിന് ആളുകൾക്ക് ശിർക്കിന്റെ കോട്ടകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവസരമുണ്ടാകും എന്ന് പറഞ്ഞപ്പോ കോട്ട് അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞ മറുപടിയാണ് കുഞ്ഞാലൻ മുസ്ലിയാരുടെ സംസാരത്തിൽ എനിക്ക് ഓർക്കാൻ സാധിച്ചത്. അബ്ദുൽ ഖാദർ മുസ്ലിയാർ പറഞ്ഞു, ഞാനിത് പത്രക്കാരോട് പറഞ്ഞാൽ ജനങ്ങൾ എങ്ങനെ വെറുതെ വിടുമോ, ആളുകൾ എന്നെ വെറുതെ വിടുമോ? നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ, ഇങ്ങനെ 10,000-കണക്കായ പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ സ്ഥാപനങ്ങളിലും അവരുടെ പള്ളികളിലുമുണ്ട്. ആ മഹാരഥന്മാരായ പണ്ഡിതന്മാർക്ക് തൗഹീദിന്റെ പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങി വരാനുള്ള ധൈര്യവും സ്ഥൈര്യവുമാണ് ഈ വിശാലമായ ഗ്രൗണ്ടിൽ ഈ ഇരിക്കുന്ന നിങ്ങളുടെ ഇരുത്തമുണ്ടല്ലോ. പണ്ഡിതന്മാർ ഭയപ്പെട്ടിരിക്കുന്നു. അവർ റോട്ടിലിറങ്ങിയാൽ പട്ടി പോലും ചാടിക്കടിക്കുന്ന സാഹചര്യം മുജാഹിദാണെന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് നിർഭയത്വത്തോടുകൂടെ 10,000-കണക്കായ പണ്ഡിതന്മാർക്ക് ഈ തൗഹീദി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരാനുള്ള നിങ്ങളുടെ ഈ സാന്നിധ്യമുണ്ടല്ലോ, ഈ മഹത്തായ പ്രവർത്തനം നിങ്ങളിവിടെ സംവദിച്ചത് നിങ്ങൾക്ക് നാളെ റബ്ബിന്റെ കോടതിയിൽ വലിയ പ്രതിഫലാർഹമായ പ്രവർത്തനമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടുവരുന്നത് ഒരിക്കലും തന്നെ എന്താണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നൊന്നും ഈ സഹോദരങ്ങൾക്കറിയില്ല. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നിഷ്കളങ്കരാണ്. ഒരു സാധാരണക്കാരനായ മുസ്ലിയാരല്ലാത്ത ഒരു മനുഷ്യനെ വിളിച്ചു പറയുകയാണ്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് പോലെ, അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് പോലെ മുഹ്യിദ്ദീൻ ശൈഖിനോട് ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ല എന്ന് 100% പറയുന്ന നിരവധി ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്റെ വിഷയം മദ്ഹബും അതുമായി ബന്ധപ്പെട്ട കാര്യവുമാണ്. ഞാൻ പറയട്ടെ, മുജാഹിദുകളെ സംബന്ധിച്ച് എല്ലാവർക്കും പറയാനുള്ള പരാതി, ഇവർ ഇമാമുകളെ അംഗീകരിക്കുന്നില്ല എന്നാണ്. എന്നാൽ 4 മദ്ഹബിന്റെ ഇമാമുകൾക്ക് ഇതിലൊരു തീരുമാനമുണ്ടാകുമല്ലോ. ഇമാം ഷാഫിയും ഹനഫിയും അഹ്മദ് ബിൻ ഹംബലും മാലിക്കും ഒക്കെ ഇതിലൊരു തീരുമാനം പറഞ്ഞിട്ടുണ്ടാകും. എന്താണ്? ഞങ്ങളെ തഖ്ലീദ് ചെയ്യണം എന്നാണോ അവർ പറഞ്ഞിരിക്കുന്നത്? മാത്രമല്ല, മശ്രിഖ് മുതൽ മഗ്രിബ് വരെയുള്ള ഗ്രന്ഥങ്ങൾ പരിശോധിച്ച് ഈ 4 മദ്ഹബിന്റെ ഇമാമുകൾ അവരെ അന്ധമായി അനുകരിക്കണം, അവരെ തഖ്ലീദ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഇമാം പറഞ്ഞതായി വെള്ളക്കടലാസിൽ കറുപ്പ് മഷി കൊണ്ടെഴുതിയ ഒരു വരി ഇന്ന് വരെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ സത്യം എന്താണ്? അതിന് മറിച്ചുമാണ്. സമസ്ത തർക്കിക്കുന്നു, ഒരു ഇമാമിനെ തഖ്ലീദ് ചെയ്യണം. കേരള നദ്വത്തുൽ മുജാഹിദീന്റെ പണ്ഡിതന്മാർ പറയുന്നു അത് തെറ്റാണ്, ഹറാമാണ് എന്ന്. എന്നാൽ സഹോദരങ്ങളെ, ഇതിൽ മധ്യസ്ഥ വഹിക്കേണ്ടത് ആരാണ്? ഈ മദ്ഹബിന്റെ ഇമാമുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാരഥന്മാരായ അബൂ ഹനീഫത്തുൽ കൂഫി, അതുപോലെ അഹ്മദ് ബിൻ ഹംബലും അതുപോലെയുള്ള ആളുകളാണല്ലോ. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ് ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിലും മീസാനുൽ ശവറാനിയിലും അൽ ഇന്തിഖാ ഫീ ഫളാഇലി സലാസ പോലെയുള്ള ഗ്രന്ഥങ്ങളിലും നോക്കിയാൽ നമുക്ക് കാണാം. ഇമാം അബൂ ഹനീഫ പറയുന്നത് എന്താണെന്നറിയോ? ഹറാമുൻ അലാ മൻ ലം യരിഫ് ദലീലി അൻ യുഫ്തിയ ബികലാമി. അബൂ ഹനീഫ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വല്ല കാര്യങ്ങളും ഫത്വ പറയുന്നത് ഹറാമാണ്, 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 കള്ളു കുടിക്കുന്നത് പോലെയുള്ള പ്രവർത്തനമാണ്. മുജാഹിദുകൾ എന്തെങ്കിലും പറയട്ടെ, സമസ്ത എന്തെങ്കിലും പറയട്ടെ, ഈ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ, അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുല്ലാഹ് സ്വഹാബാക്കളെ കണ്ട പണ്ഡിതനാണ്. ഹിജറ 80-ൽ ജനിക്കുകയും 150-ൽ മരണപ്പെടുകയും ചെയ്ത പണ്ഡിതനാണ്. ആ പണ്ഡിതൻ പറഞ്ഞ ഈ വസ്തുത ഹുജ്ജത്തുല്ലാഹിൽ ബാലിഗയിൽ ഇല്ലെന്ന് പറയാൻ കഴിയുമോ സഹോദരങ്ങളെ? ഇവിടെ നമ്മൾ ആരെ അംഗീകരിക്കണം? അബൂ ഹനീഫ ഇമാമിനെ അംഗീകരിക്കണമോ? സമസ്തയെ അംഗീകരിക്കണമോ? കേരള നദ്വത്തുൽ മുജാഹിദീൻ അംഗീകരിക്കണമോ?
ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 3 വിഭാഗത്തെയും അംഗീകരിച്ചുകൂടാ. ഇസ്ലാമിന്റെ പ്രമാണം ഖുർആനാണ്, ഹദീസാണ്, ഇജ്മാഅാണ്, ഖിയാസാണ്. ഈ 4 പ്രമാണത്തോട് ആരുടെ വാക്കാണ് യോജിച്ചിട്ടുള്ളത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അബൂ ഹനീഫ റഹിമഹുള്ളയുടെ വാക്ക് പ്രമാണബദ്ധിതമാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യമാകുമ്പോ അത് സ്വാഭാവികമായും അംഗീകരിച്ചേ പറ്റൂ. അതേ അഭിപ്രായം തന്നെ മഹാനായ ഇമാം ശാഫിയുടെ ഗുരുനാഥൻ ഇമാം മാലിക് റഹിമഹുള്ള ഇമാമു ദാരിൽ ഹിജ്റ എന്ന പേരിൽ അറിയപ്പെടുന്ന അള്ളാഹുവിന്റെ ഹബീബായ മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനരികിൽ ഇരുന്നു കൊണ്ട് ദർസ് നടത്തുമ്പോ ഖാല സാഹിബു ഹാദൽ ഖബരി എന്ന് പറഞ്ഞുകൊണ്ട് ദർസ് നടത്തിയ ഇമാം മാലിക് റഹിമഹുള്ള പറയുന്നത് മാ മിൻ അഹദിൻ ഇല്ലാ വഹുവ മഅഖൂദുൻ മിൻ കലാമിഹി വമർദൂദുൻ അലൈഹി ഇലാ റസൂലുള്ളാഹ്. ഏതൊരാളുടെ വാക്കിലും തള്ളേണ്ടതും കൊള്ളേണ്ടതും ഉണ്ടാകും. ആരെയും അന്ധമായി അനുകരിക്കാൻ കഴിയില്ല. ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിലേക്ക്. ഇമാം ശാഫിയുടെ ഗുരുനാഥനാണ് ഇത് പറയുന്നത്. സുഹൃത്തുക്കളെ, മുജാഹിദുകളും ഇത് പറയുന്നു, ഇമാം മാലിക്കും ഇത് പറയുന്നു. നാം ആരോടുകൂടെ നിൽക്കണം? മുജാഹിദുകളും ഇത് പറയുന്നു, അബൂ ഹനീഫ ഇമാമും ഇത് പറയുന്നു. നാം ആരോടുകൂടെ നിൽക്കണം? മുജാഹിദുകൾക്കെതിരെ സമസ്തക്കാർ പറയുന്നു, ഇമാം മാലിക് മുജാഹിദുകൾക്ക് അനുകൂലം പറയുന്നു. ഇമാം മുജാഹിദുകൾക്കെതിരെ സമസ്തക്കാർ സംസാരിക്കുന്നു, അബൂ ഹനീഫ മുജാഹിദുകൾക്ക് അനുകൂലമായും സംസാരിക്കുന്നു. നാം എവിടെ നിൽക്കണം സുഹൃത്തുക്കളെ? കിതാബോധിയ മുസ്ലിയാക്കന്മാരുണ്ടാകുമല്ലോ ഇത് കേൾക്കുന്നു. കൃത്യമായി ഇന്ന് നല്ല സംവിധാനമുണ്ട്. മൊബൈലിലൊക്കെ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയും. നിങ്ങൾ റെക്കോർഡ് ചെയ്യുക, ഈ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെയുള്ള സംഘാടകരുമായി ബന്ധപ്പെടുക. നിങ്ങൾ പറയുന്ന പ്രായശ്ചിത്തം ഞങ്ങൾ നൽകാം. ഈ പ്രസ്ഥാനത്തിൽ നിന്ന് നിങ്ങളോടുകൂടെ വരാം. ഈ കാര്യം കളവാണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ. അതുപോലെ മദ്ഹബിന്റെ ഇമാമിൽ 4-ാമനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇമാം ശാഫി റഹ്മത്തുള്ളാഹിയുടെ വിദ്യാർത്ഥിയാണല്ലോ. അദ്ദേഹം ഹിജ്റ 164 ജനിക്കുകയും ഹിജ്റ 241 മരണപ്പെടുകയും ചെയ്ത പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ അരികിൽ ഇൽമു പഠിക്കാൻ വേണ്ടി വന്നവരോട് അദ്ദേഹം പറഞ്ഞത് ലാ തുഖല്ലിദുനി വലാ തുഖല്ലിദു മാലികൻ വലൽ ഔസാഇ വലൻ നഖി. ഒരിക്കലും എന്നെ അന്ധമായി അനുകരിക്കരുത്, ഇമാം മാലിക്കിനെ അനുകരിക്കരുത്, ഇമാം ഔസാഇ അനുകരിക്കരുത്. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി പറയുന്നു, സഹോദരങ്ങളെ മുജാഹിദുകൾ പറയുന്നത് ശരിയാണ് എന്ന്. ഇമാം മാലിക് പറയുന്നു, സഹോദരങ്ങളെ മുജാഹിദ് പറയുന്നത് ശരിയാണ്. ഇമാം ശാഫി പറയുന്നു, മുജാഹിദ് പറയുന്നത് ശരിയാണ്. അബൂ ഹനീഫത്തുൽ കൂഫി പറയുന്നു, മുജാഹിദ് പറയുന്നത് ശരിയാണ്. പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയുടെ ഉദ്ധരണി, അതിലുള്ള വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തഖദു അഹ്ബാറഹും വറഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഫഹ്റുർ റാസി പറയുന്നു, ലൗ തഅമ്മൽത ഹഖ തഅമ്മുലി ലവജദത ഹാദ ദാഅ സാരിയം ഫീ റൂഖിൽ അക്സരീന മിൻ അഹ്ലി ദുനിയ. ഒരു ഇമാമിനെ അന്ധമായി അനുകരിക്കണമെന്ന് ഈ ചിന്തയുണ്ടല്ലോ, നീ ശരിക്കും ജനങ്ങളെ പരിശോധിച്ചാൽ ലോകത്ത് വൻ ഭൂരിഭാഗം ആളുകൾക്കും ഈ അസുഖം പിടിപെട്ടതായി നിനക്ക് കാണാം. ഈ രോഗത്തെ നിനക്ക് കാണാൻ കഴിയും. എല്ലാ രോഗത്തിനും മരുന്നുണ്ട്. ആ മരുന്നാണ് കേരള നദ്വത്തുൽ മുജാഹിദീൻ നമ്മുടെ കരങ്ങളിലേക്ക് ഫ്രീ ആയിക്കൊണ്ട് പരലോക മോക്ഷത്തിന് വേണ്ടി നമ്മിലേക്ക് നീട്ടിവെച്ചിരിക്കുന്നത്. സ്വീകരിക്കാൻ സന്മനസ്സുള്ളവർക്ക് സ്വീകരിക്കാൻ, അല്ലാത്തവർക്ക് തള്ളിക്കളയാം സഹോദരങ്ങളെ. എന്നാ പിന്നെ ചില കിതാബുകളിലൊക്കെ ഇവിടെ മുസ്ലിയാക്കന്മാർ ആരെങ്കിലും ഒക്കെ ഇത് കേൾക്കുന്നുണ്ടാകും. അവരുടെ പ്രത്യേകം ശ്രദ്ധയിലേക്ക് ഞാൻ പറയട്ടെ. ചില ഗ്രന്ഥങ്ങളിലൊക്കെ കാണാറുണ്ട് ഇമാം ബുഖാരി അശ്ശാഫി, ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ശാഫി മദ്ഹബുകാരനാണ് എന്ന് കേൾക്കാറുണ്ട്. നമ്മുടെ ഹമദാനിയാണ് കടന്നു വരുന്നത്. അദ്ദേഹത്തിന് വളരെ ദൂരത്തുനിന്ന് എത്താനുള്ളത് കൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഈ ആഗമനം നമ്മിൽ നിന്ന് നല്ല ഒരു അമലായി സ്വീകരിക്കട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. ഒരുപാട് പ്രയാസം സഹിച്ച വ്യക്തിയാണ് ബഹുമാനപ്പെട്ട കുഞ്ഞാലി മുസ്ലിയാർ പറഞ്ഞതുപോലെ. അപ്പോ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തെ സംബന്ധിച്ച് ശാഫി മദ്ഹബുകാരനാണ് എന്ന് മഹാനായ ശാവലിയുള്ളാഹി ദഹ്ലവി അദ്ദേഹത്തിന്റെ ഇൻസാഫിൽ പറയുന്നത് എന്താണെന്നറിയോ? അമ്മൽ ബുഖാരി ഫഇന്നഹു വഇൻ കാന മുൻതസബൻ ഇല ശാഫി മുവാഫിഖൻ ലഹു ഫീ കസീർ മിനൽ ഫിഖ് ഫഖദ് ഖാലഫു ഫീ കസീർ.
ഇമാം ബുഖാരിയെ സംബന്ധിച്ച് ശാഫിഈ മദ്ഹബുകാരനാണെന്ന് ആളുകൾ പറയാറുണ്ട്. പക്ഷേ ശാഫിഈ മദ്ഹബിലേക്ക് ചേർക്കപ്പെട്ട് പറയുകയാണ്. ഒരുപാട് മസലകളിൽ ശാഫിഈ ഇമാമിനോട് എതിരാവുകയും ഒരുപാട് മസലകളിൽ എതിരാവുകയും ചെയ്ത പണ്ഡിതനാണ്. ഈ രൂപത്തിൽ പലരെയും പറയപ്പെടാറുണ്ട്. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ശരി, ഈ വാദത്തിന് വേണ്ടി ഇമാം ഷാഫി പറയുന്നത് സ്വീകരിക്കണം എന്ന് തീരുമാനിച്ച ഒരാൾ, സമസ്തയുടെ ഉസ്താദാക്കന്മാർ അവരുടെ അവരോടുള്ള ബഹുമാനങ്ങളും പരിഗണിച്ചുകൊണ്ട് പറയുകയാണ്. അവർ പറയുന്നത് കേട്ടിരുന്ന ഇമാം ഷാഫി പറയുന്നത് കേൾക്കാൻ തീരുമാനിച്ചു. നാളെ മുതൽ ഒരാൾ അതിന് തീരുമാനിച്ചാൽ നടക്കുമോ? ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി തന്റെ ഉമ്മിന്റെ 3-ാം വാല്യം 296-ാം പേജിൽ പറയുന്നത് എന്താണെന്നറിയോ? لا أحب التغليب في الصبح ولا في غيرها لأن أبا محذورة لم يحكي هذا. സുബ്ഹിക്കും അല്ലാത്തപ്പോഴും ബാങ്കിൽ അസ്സലാത്തു ഖൈറും മിനന്നൗം പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഷാഫി ഇമാം പറഞ്ഞതല്ല എന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ജദീദായ വാക്കുകളുടെ പുതിയ അഭിപ്രായങ്ങളുടെ സമാഹാരമായ ഉമ്മിലുള്ള വസ്തുതയാണിത്. നമ്മുടെ പള്ളിയിൽ അസ്സലാത്തു ഖൈറും മിനന്നൗം ഉണ്ടോ? ഉണ്ടെങ്കിൽ ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസ് കിട്ടിയോ? നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ. ഒരാൾ അതിന് തീരുമാനിക്കുകയാണ്, സാധിക്കുമോ? ഇല്ല. അതുപോലെ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ മഅ്മൂമുകൾ ഉറക്കെ ഓതാൻ പാടില്ല, ഞാൻ അതിന് ഇഷ്ടപ്പെടുന്നില്ല. ഇമാം ഷാഫി പറയുന്നു ലാ ഉഹിബ്ബു അൻ യജ്ഹറൂ ബിഹാ, മഅ്മൂമുകൾ ഉറക്കെ ആമീൻ പറയല്ല ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഒരാൾ ഇമാം ഷാഫി പറഞ്ഞത് കേൾക്കാൻ തീരുമാനിച്ചു. പുത്തനങ്ങാടി പള്ളിയിൽ ഇമാമിനെ പിന്തുടർന്നു. ജുമുഅക്ക് ഇമാം വലല്ലാലീൻ എന്ന് പറഞ്ഞു. മിണ്ടാതെ നിന്ന് നോക്കി. ഇടത്തും വലത്തും മുന്നിലും പിന്നിലും ആമീൻ ആമീൻ. എന്ത് ചെയ്യാൻ പറ്റും? ഷാഫി ഇമാമിന് കിട്ടാത്ത ഹദീസുകൾ നിങ്ങൾക്ക് കിട്ടിയോ കൂട്ടരെ എന്ന് പറഞ്ഞ ആ സാധു ബഹളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാസർഗോഡ് ഒരു മുസ്ലിയാർ ഒരു വെള്ളിയാഴ്ച ജുമുഅക്ക് എണീറ്റുന്നിട്ട് പറഞ്ഞു, ജനങ്ങളെ അടുത്ത വെള്ളിയാഴ്ച ഇമാം ഷാഫിയുടെ കിതാബിലുള്ള മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറയും, നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? കാരണന്മാര് പറഞ്ഞോളൂ മുസ്ലിയാരെ. പിറ്റത്താഴ്ച അദ്ദേഹം കിതാബുകളിലുള്ള സത്യങ്ങൾ വിളിച്ചു പറഞ്ഞു. മതി മുസ്ലിയാരെ, അദ്ദേഹത്തിന്റെ ജോലി അവസാനിച്ചു. പിന്നെ ഈ സത്യം പറയാൻ എവിടെ പോകണം? മുജാഹിദിന്റെ സ്റ്റേജുകളിൽ കയറണം. അദ്ദേഹം കയറേണ്ടി വന്നു. മഹ്മൂദ് ബാഖവിയുടെ കഥ അതാണ്. ഞങ്ങൾക്കൊന്നും ഇവിടെ കയറിയിരിക്കാൻ യാതൊരു താല്പര്യവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വസ്തുത പറയുന്ന വേറെ ഒരു സംഘടനയുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യം കയറി പോകപ്പെട്ടിരിക്കുന്ന മുസ്ലിയാക്കന്മാരായിരിക്കും. പക്ഷേ ഈ സത്യം ഞങ്ങൾ പഠിച്ച സത്യം തുറന്നു പറയാൻ കേരള നദ്വത്തുൽ മുജാഹിദീൻ ഞങ്ങൾക്ക് അവസരമൊരുക്കിയപ്പോ ഞങ്ങൾ ഇവിടെ കയറി നിന്ന് സത്യം പറഞ്ഞു. കാരണം നാട്ടുകാരായ ആളുകൾ ഈ മുസ്ലിയാക്കന്മാരെ വളർത്തിയത്, ഭക്ഷണവും പാർപ്പിട സൗകര്യങ്ങളൊക്കെ നൽകിയത് കിതാബിലുള്ള സത്യങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ശിർക്കിൽ നിന്ന് തൗഹീദിലേക്ക് കൊണ്ടുപോകാനാണ്. ആ ദൗത്യം നിർവഹിക്കാനുള്ള അവസരമാണ് അവരിവിടെ ഉപയോഗപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്നാലും നമ്മൾ കേൾക്കാറുള്ളത് എന്താണെന്നറിയാമോ? ഇവിടെ എന്നാലും വലിയ വലിയ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ. ആ മഹാന്മാരായ ആളുകളൊക്കെ നമ്മൾ കാണാത്ത പലതും കണ്ടിട്ടുണ്ടാകുമല്ലോ എന്നൊക്കെയുള്ള ധാരണയാണ് നമ്മൾ കേൾക്കാറുള്ളത്. സഹോദരങ്ങളെ, ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, കേരളത്തിലെ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാപനം വലിയ മഹത്തായ സമസ്തയുടെ ഒരു സ്ഥാപനമാണ്. ആ സമസ്തയുടെ സ്ഥാപനത്തിൽ സമസ്തയുടെ പ്രസിഡന്റായിരുന്ന അസ്ഹരി തങ്ങൾ ഇബ്നു ഹജറിന്റെ തുഹ്ഫ അവിടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്നറിയോ? ഈ തുഹ്ഫയ്ക്ക് ഒരു വ്യാഖ്യാനമുണ്ട്. ഇത് ലോകത്ത് എവിടെയില്ല, കൈറോ യൂണിവേഴ്സിറ്റിയിലുണ്ട്. അതിൽ എല്ലാ വഹാബിക്കും മറുപടിയുണ്ട്. തിരിച്ചു പോരുമ്പോ സമസ്തയുടെ സെക്രട്ടറി ചോദിച്ചു, ബഹുമാനപ്പെട്ട ഉസ്താദെ, ആ കിതാബ് നിങ്ങളൊന്ന് എത്തിക്കണം. ഉടനെ അസ്ഹരി തങ്ങളുടെ മറുപടി, ചെറുശ്ശേരി ദൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്തയുടെ ഇന്നത്തെ സെക്രട്ടറിയോട്, ദൈനുദ്ദീൻ മുസ്ലിയാരെ, അങ്ങനെ ഒരു കിതാബുമില്ല, ഒരു വ്യാഖ്യാനമല്ല, അതൊക്കെ പറഞ്ഞെങ്കിലല്ലേ ഈ മുസ്ലിയാക്കന്മാർക്ക് ധൈര്യം ഉണ്ടാവുള്ളൂ. സഹോദരങ്ങളെ, ഞങ്ങളെപ്പോലെയുള്ള ആളുകൾ ഈ മഹത്തായ സമസ്തയെ സംരക്ഷിക്കാൻ ഞങ്ങളെ ജീവനേക്കാൾ സ്നേഹിച്ച സംഘടനയാണ്. എന്തിനു വേണ്ടി? ഞങ്ങൾ കാണാത്ത പലതും കിതാബിലൊക്കെ ഈ സത്യങ്ങളുണ്ടെങ്കിലും ഞങ്ങൾ കാണാത്ത പലതും ഈ പണ്ഡിതന്മാർ കണ്ടിട്ടുണ്ടാകുമെന്ന ധാരണയിൽ അത് അവിടെ തകരുന്നു. മാത്രവുമല്ല, സമസ്തയുടെ പ്രസിഡന്റിന്റെ മകളെ മുജാഹിദിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു, വലിയ പ്രശ്നമാകുന്നു. അപ്പോ മുജാഹിദുകളോട് സാധാരണക്കാർക്ക് സലാം പറയാൻ പാടില്ല,
അതുപോലെ അവരുമായി ബന്ധപ്പെടാൻ പാടില്ല. പക്ഷേ സമസ്തയുടെ പ്രസിഡന്റ്, അതുപോലെ സെക്രട്ടറി, ഈ ലെവലിലൊക്കെ ഉള്ള ആളുകൾക്ക് അവരുടെ മക്കളെ മുജാഹിദുകളുമായി വിവാഹം കഴിപ്പിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള ഒരുപാട് അനുഭവ സമ്പത്തുകൾ നിങ്ങളോടുകൂടെ പങ്കുവെക്കാൻ ഞങ്ങൾക്കുണ്ട്. ഞാൻ ചെറുശ്ശേരിയുടെ വീട്ടിലിരിക്കുമ്പോ ചെറുശ്ശേരി ഞാനടക്കമുള്ള 11 പണ്ഡിതന്മാരോടാണ്, ഞാൻ പണ്ഡിതനല്ല, എന്റെ കൂടെയുള്ള പണ്ഡിതന്മാരോടാ പറയുന്നത് ഈ വസ്തുത. എന്റെ കൂടെയുള്ള ആളുകൾ ഇത് കേട്ടപ്പോ പൊട്ടിച്ചിരിച്ചപ്പോ എന്റെ കണ്ണിൽ കണ്ണുനീരൊടിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നീട് മിണ്ടിയില്ല. കാരണം എന്താണെന്നറിയോ? മാളയിൽ ദർശനം നടത്തുന്ന കാലത്ത് ഒരു പ്രവർത്തകൻ, ഒരു മനുഷ്യൻ സമസ്തയോട് എതിരായി തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ആ മനുഷ്യൻ നാട്ടിൽ നിന്ന് വീട് വിറ്റ് എടവിലങ്ങ് എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കാൻ കാരണക്കാരനായത് ഞാനായിരുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്ന് പോർട്ട് കൊച്ചിയിലെ ഒരു ഓഡിറ്റോറിയത്തിൽ പ്രസംഗിക്കുമ്പോ അദ്ദേഹം ഫ്രണ്ടിലിരിക്കുന്നു. എന്നിട്ടൊരു കൂളിംഗ് ഗ്ലാസ് കണ്ണടയും വെച്ചിരിക്കുന്നു. ഞാൻ അറിയുന്നില്ല. പ്രസംഗം കഴിഞ്ഞതിന് ശേഷം സ്റ്റേജിലേക്ക് കയറി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിതുമ്പിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? ഉസ്താദേ, ഇത് കാണാൻ ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും രാത്രി തഹജ്ജുദ് നമസ്കരിച്ച് ഇവിടുന്ന് നാട് വിട്ട് അന്യ നാട്ടിൽ ചെന്ന് അവിടെ താമസിക്കുമ്പോ തഹജ്ജുദ് നമസ്കരിച്ച് പടച്ച തമ്പുരാനോട് ഇതിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞ് അദ്ദേഹം കരയുന്ന രംഗം. ഇത്തരം ശക്തമായി ഈ സംഘടനയ്ക്ക് ഞങ്ങളുടെ ജീവൻ വരെ നൽകാൻ തയ്യാറായ ഞങ്ങൾക്ക് ഞങ്ങൾ കാണാത്ത പലതും ഈ കാരണവന്മാർ, ഈ നേതാക്കന്മാർ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. അതുപോലെ അതിനിടയിലാണ് മുസ്തഫ ഫൈസി പലിശയുടെ പ്രശ്നവുമായി വരുന്നത്. മുസ്തഫ ഫൈസി 2 സമസ്തയെയും വെല്ലുവിളിച്ചു. EK സമസ്തയോടും പറഞ്ഞു, AP സമസ്തയോടും പറഞ്ഞു, നിങ്ങളെ 2 കൂട്ടരെയും ഞാൻ വെല്ലുവിളിക്കുന്നു. ഞാൻ പറഞ്ഞ ഈ പലിശ ഹറാമാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല. 2 സമസ്തയും മിണ്ടാതെ നിന്നു. ഞാൻ നിങ്ങളുടെ അടുത്തുള്ള പാതിരമണ്ണയിൽ നടത്തിയവനാ. അവിടെയുള്ള എന്റെ ഗുരുനാഥൻ പാതിരമണ്ണയിലെ വാപ്പു മുസ്ലിയാരെ സമീപിച്ച് ഞാൻ പറഞ്ഞു, സാദേ, മുസ്തഫ ഫൈസി ഈ രൂപത്തിൽ വെല്ലുവിളിച്ചിട്ട് എന്താണ് ആ വെല്ലുവിളി സ്വീകരിച്ചുകൂടെ? ഉസ്താദ് എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്നറിയോ? ഉമറേ, നമ്മുടെ സമസ്തയുടെ ജനറൽ സെക്രട്ടറി ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർക്കും ആ വാദമുണ്ട്. പിന്നെ എങ്ങനെയാണ് നമ്മൾ വാദപ്രതിവാദത്തിന് തയ്യാറാവുക? നിങ്ങൾ ആലോചിക്കൂ സഹോദരങ്ങളെ. അതുപോലെ മുസ്തഫ ഫൈസിയുടെ പലിശ എന്ന പുസ്തകത്തിന്റെ 8ാം പേജിൽ നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയുകയാണ്, ഈ പുസ്തകം എഴുതാൻ എന്നെ സഹായിച്ച പണ്ഡിതന്മാർക്കും ഗൾഫിലെ സുഹൃത്തുക്കൾക്കും നന്ദി എന്ന് പറയുന്നു. ആരാണ് ആ പണ്ഡിതന്മാർ? അറിയേണ്ടതില്ലേ? അവരെ പുറത്താക്കിയോ? ഇതുപോലെ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഷെർവാനിയുടെ ഇബാറത്ത്, ബാജൂരിയുടെ ഇബാറത്ത്, തുഫയുടെ ഇബാറത്ത്, സറൗൽവാദബിന്റെ ഇബാറത്ത്, തവക്കാത്തുബിൻ സഅദിന്റെ ഇബാറത്ത്, യാനത്തിന്റെ ഇബാറത്ത്, നിഹായുടെ ഇബാറത്ത്, മുഗ്നിയുടെ ഇബാറത്ത്, ആ ഇബാറത്തുകൾക്കൊക്കെ അദ്ദേഹം എഴുതിയ അർത്ഥങ്ങൾ തെറ്റാണെന്ന് പറയാൻ കഴിയുമോ? ഇല്ല. പിന്നെന്താ സഹോദരങ്ങളെ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് വസ്തുതകളും അവിടെയുണ്ട്. ഇത് ഞങ്ങൾ പറയുമ്പോ അത് പ്രശ്നമാകും. ചിലർക്കൊക്കെ എന്താ അറിയോ, കാശ് കിട്ടിയിട്ടുണ്ടാവുന്നുള്ള തോന്നൽ. ഞാന് മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ട് 6 മാസം മുജാഹിദുകൾ പോലും അറിയില്ല. കരുവാരകുണ്ടിലെ ഷെരീഫ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത്രേ ഒരു ഉമർ ഫൈസി മുജാഹിദായിട്ടുണ്ട് ഇത് കേൾക്കുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ വിളിക്കുന്ന പേരില്ല, നമുക്ക് തേടി പോകാനൊന്നും ആവില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഇവര് പോലും അറിയാതെ ഞാൻ മുജാഹിദായിട്ടുണ്ട് എന്ന് സമസ്തയുടെ മുസ്ലിയാക്കന്മാരറിയുന്നു. അങ്ങനെ സമസ്തയുടെ SYSന്റെ സ്റ്റേറ്റ് കൗൺസിലർ ഈ മൊയ്തീൻ ഫൈസി പുത്തനെ രാത്രി സുബ്ഹിക്ക് എന്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ഈ അഭിപ്രായം ഒന്ന് തിരുത്തണം, നിങ്ങൾ ഒന്നുകൂടെ ആലോചിക്കണം. നിങ്ങൾ മുജാഹിദുകളിൽ നിന്ന് ഭീമമായ തുക കൈപ്പറ്റിയതിന്റെ പേരിലാണ് മുജാഹിദായത് എന്ന് ഞങ്ങൾക്കൊക്കെ കേൾക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സാമ്പത്തിക ബാധ്യതയുണ്ടെങ്കിലും സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന് നിങ്ങളുടെ കടം വീട്ടാൻ ഒരു പ്രശ്നവുമില്ല. എത്ര സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിലും ഞങ്ങൾ പരിഹരിച്ചു തരാം. എനിക്ക് പറയാമായിരുന്നില്ലേ സഹോദരങ്ങളെ? സുബ്ഹിന്റെ സമയത്ത് എന്റെ കുഞ്ഞുമക്കൾ ഉറങ്ങിക്കിടക്കുമ്പോ എന്റെ മാതാവ് രാത്രിയിൽ മാനസികമായ രോഗം കാരണം ഉറക്കമില്ലാതെ കഴിയുമ്പോ എന്റെ മാതാവ് കയറി വരുന്നു. ഞങ്ങൾ സംസാരിക്കുന്ന റൂമിന്റെ അരികിലേക്ക് ഒരാളും ഈ ലോകം അറിയാത്ത, ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത്, കേരളം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സമസ്തയുടെ SYSന്റെ സ്റ്റേറ്റ് നേതാവ്
ഈ മൊയ്തീൻ ഫൈസി പുത്തനെ ഇന്നും ഹയാത്തിലുള്ളതാണ്. ആയത്തും ഹദീസും ദുർവ്യാഖ്യാനമല്ല. അദ്ദേഹം പറഞ്ഞു, എത്ര ബാധ്യതയുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാം. എനിക്ക് പറഞ്ഞുകൂടായിരുന്നോ ഒരു 10 കോടിയുടെ ബാധ്യതയുണ്ട്, അത് നിങ്ങൾ തരികയാണെങ്കിൽ അൽഹംദുലില്ലാഹ് അത് പരിഹരിക്കാം എന്നെനിക്ക് പറഞ്ഞുകൂടായിരുന്നോ? ഇല്ല സഹോദരങ്ങളെ, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? എനിക്ക് ഞാൻ മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കില്ലല്ലോ. ശരി, നിങ്ങളുടെ വിശ്വാസപ്രകാരം ഒരു 50 ലക്ഷം ഞാൻ മേടിച്ചിട്ടുണ്ടാകുമെന്നായിരിക്കും. എന്താവട്ടെ, നിങ്ങളുടെ ഈ ധാരണ ഞാൻ തിരുത്തുന്നില്ല. എനിക്കുള്ള ബാധ്യത എന്താണെന്നറിയോ? നിങ്ങൾ 50 ലക്ഷവും വേണ്ട, 5 കാശും തരണ്ട. മഹാനായ ഇമാം ഷാഫി ഇന്ന് കുത്ബിയത്ത് നടത്തുന്നില്ലേ, ഇസ്തിഗാസ നടത്തുന്നില്ലേ? ഈ പരിപാടി ഷാഫി മദ്ഹബ് പ്രകാരമല്ലേ? എങ്കിൽ ഇമാം ഷാഫി കുത്ബിയത്ത് നടത്താൻ, ഇസ്തിഗാസ നടത്താൻ, മരിച്ചുപോയ മഹാന്മാരോട്, അമ്പിയാവുലിയാക്കന്മാരോട് ദുആ ചെയ്യാൻ ഇമാം ഷാഫി ഓതിയ ഒരായത്ത് തരൂ, ഒരു ഹദീസ് തരൂ. ഞാൻ 50 ലക്ഷത്തിന്റെ 50 കോടിയുടെ ബാധ്യത മുജാഹിദുകളുമായി ഉണ്ടെങ്കിൽ ഞാനത് അവർക്ക് തിരിച്ചു കൊടുത്ത് ഇമാം ഷാഫി ഓതിയ അള്ളയല്ലാത്തവരോട് ദുആ ചെയ്യാനുള്ള ഹദീസ് മതി, ആയത്ത് മതി. ഈ മുഴുവനും വിറ്റാലും കിട്ടാത്ത അല്ലാഹുവിന്റെ സ്വർഗം എനിക്കതുകൊണ്ട് ലഭ്യമാകും എന്ന് പറഞ്ഞപ്പോ ഈ മൊയ്തീൻ ഫൈസി എന്റെ മുമ്പിൽ തർക്കിക്കുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് സഹാബത്ത് ഒരുപാട് യാ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ, യാ റസൂലുള്ള പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷാഫി ഇമാമല്ലല്ലോ, ഷാഫി ഇമാം പറഞ്ഞ ഹദീസ് പറയൂ. എന്നാ റസൂലുള്ളാഹിന്റെ അരികിൽ പോയിട്ട് യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞെങ്കിൽ എന്റെ അടുക്കൽ വന്ന് ഉമറേ എന്ന് നിങ്ങളും വിളിച്ചില്ലേ? ഇതൊക്കെ മരിച്ചുപോയവര്, മരിച്ചുപോയ ആളുകളോട് ഇസ്തിഗാസ നടത്താൻ തെളിവാണോ എന്ന് പറഞ്ഞപ്പോ ബഹളമായി. എന്റെ മാതാവ് പറഞ്ഞു, പൊന്നുമോനെ ഈ മൊയ്തീൻ മുസ്ലിയാർ പറഞ്ഞത് കേട്ടല്ലോ. ആ സമയത്ത് എനിക്ക് മറുപടി പറയാൻ വേണ്ടി ഒരിക്കൽ ഈ മൊയ്തീൻ ഫൈസി വന്നിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മാതാവ് പറഞ്ഞിട്ടുണ്ട് ഈ മൊയ്തീൻ മുസ്ലിയാർ പറഞ്ഞത് കേട്ടല്ലോ. അപ്പൊ എന്റെ സഹോദരങ്ങളെ, സാമ്പത്തികമായ ബാധ്യതകൾ എനിക്ക് സമസ്തയുടെ SYSന്റെ സ്റ്റേറ്റ് നേതാവ് അദ്ദേഹമാണ് ഓഫർ ചെയ്തത്. എത്രയുണ്ടെങ്കിലും കോടികളുണ്ടെങ്കിൽ ഞങ്ങൾ വഹിക്കാം, തിരിച്ചു പോന്നോളൂ. എന്നിട്ട് ആ അപരാധം ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരോപിക്കുന്ന ആളുകളുണ്ടല്ലോ, ഇല്ല, റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ രക്ഷപ്പെടുകയില്ല. എന്റെ സംഘാടകരോട് ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു 3 മിനിറ്റ് കൂടെ ഞാൻ എടുക്കുന്നു. എന്താ അറിയോ? നാളെ പരലോകത്ത് അശരി ത്വരീഖത്ത് പ്രകാരം ഞങ്ങൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞു പോകുന്ന പുത്തനങ്ങാടിയിലെയും ഈ പ്രദേശത്തെ ആളുകളോടും എനിക്ക് പറയാനുള്ള, ജനങ്ങളെ, നിങ്ങൾ റബ്ബിന്റെ കോടതിയിൽ മഹ്ശറയിൽ വരും. അല്ലാഹ് നിങ്ങളോട് ചോദിക്കും, അല്ലാഹുവിലുള്ള വിശ്വാസം അശരി ത്വരീഖത്ത് പ്രകാരം എങ്ങനെയാണ് നീ വിശ്വസിച്ചത് എന്ന് ചോദിച്ചാൽ ഈ പുത്തനങ്ങാടിയിൽ ഇത് കേൾക്കുന്ന എന്റെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? റബ്ബിന്റെ കോടതിയിൽ ഉസ്താദിനെ തെരയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഇല്ല. നിങ്ങൾ ജനിച്ചിട്ട് ഇന്ന് വരെ അശരി ത്വരീഖത്ത് പ്രകാരം അല്ലാഹുവിലുള്ള വിശ്വാസം ഇന്നതാണ് എന്ന് പറയുന്ന ക്ലാസാണ്, പ്രസംഗമാണ് ഇവിടെ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സമസ്തയുടെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ, ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അശരി ത്വരീഖത്ത് പ്രകാരം, അതുപോലെ ഷാഫി മദ്ഹബ് പ്രകാരം വിശ്വാസവും കർമ്മവും ചിട്ടപ്പെടുത്തണം. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇന്നുവരെ കേൾക്കില്ല സഹോദരങ്ങളെ. മാത്രമല്ല, ഈ ഇമാം അശരിയുടെ ഗ്രന്ഥം, ഒരു ഗ്രന്ഥമെങ്കിലും സമസ്തയുടെ മദ്രസയിലോ അല്ലെങ്കിൽ പള്ളി ദർസിലോ അതല്ലെങ്കിൽ കോളേജിലോ പഠിപ്പിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? എന്താണത് ബഹിഷ്കരിക്കുന്നത്? ഇമാം അശരിക്ക് 90ഓളം ഗ്രന്ഥങ്ങളുണ്ട് സഹോദരങ്ങളെ. ഞാനിതാ നിങ്ങളുടെ മുമ്പിൽ ഉയർത്തി കാണിക്കുന്ന ഇമാം അശരി രചിച്ച ഉസൂൽ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാനം വരെ അശരി ഇമാം മുജ്തഹിദായ പണ്ഡിതൻ അദ്ദേഹം രചിച്ച, അദ്ദേഹം പ്രമാണബദ്ധിതമായി പറഞ്ഞ ഈ പുസ്തകത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാനം വരെ അശരി ഇമാം രചിച്ച ഈ ഗ്രന്ഥം ഞങ്ങൾ അംഗീകരിക്കാം. സമസ്തക്കാർ ഇത് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? സമസ്തയുടെ വാക്താക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഇതിലെ ഒരു പേജും വിടാതെ മുജാഹിദുകൾ അംഗീകരിക്കാം, അശരി ഇമാമിനെ അംഗീകരിക്കാം. അശരി ഇമാമ് ഹിജ്റ 260 ജനിച്ച മഹാപണ്ഡിതനാണ്. ആ മനുഷ്യൻ രചിച്ച ഗ്രന്ഥമാണിത്. ഞാനിവിടെ കരുവാരകുണ്ടിനടുത്ത് ഇരിങ്ങാശ്ശേരിയിലുള്ള ആളാണ്. എന്റെ അഡ്രസ് ആർക്കും കിട്ടും. ഈ ഗ്രന്ഥം ഞാൻ പറയുന്നു, അശരി ഇമാമിനെ ഞങ്ങൾ തള്ളിയെങ്കിൽ, മുജാഹിദുകൾ തള്ളിയെങ്കിൽ, അശരി ഇമാമിന്റെ ഈ ഗ്രന്ഥത്തിലെ
ഓരോ പേജിലെയും നിരവധി അനവധി കാര്യങ്ങൾ പുറങ്കാലുകൊണ്ട് തട്ടാതെ സമസ്തക്കാർക്ക് ഇവിടെ സമസ്തക്കാരായി നടക്കാൻ കഴിയില്ല. അതുപോലെ ഈ ഗ്രന്ഥം ഏതാണെന്നറിയാമോ? ഇമാമുൽ ഹറമൈനിയുടെ പിതാവ് യൂസുഫുൽ ദുവൈനി രചിച്ച ഗ്രന്ഥമാണ് ഇരിസാലത്തും ഫീ ഇസ്ബാത്തിൽ ഇസ്തിവാ. ഈ ഗ്രന്ഥം യൂസുഫുൽ ദുവൈനി അറിയാത്ത ഉസ്താദുമാരുണ്ടോ? മഹാപണ്ഡിതനാണ് യൂസുഫുൽ ദുവൈനി. കൊല്ലത്തിൽ 2 പ്രാവശ്യം സക്കാത്ത് കൊടുക്കുമത്രേ. ചിലപ്പോൾ നിയ്യത്ത് മറന്നിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അർഹരായിരിക്കുന്ന ആളുകൾക്കായിരിക്കില്ല കൊടുത്തിട്ടുണ്ടാവുക. അതുകൊണ്ട് അത്രയും സൂക്ഷ്മതയോടെ ജീവിക്കുന്ന മഹാനായ ഇമാം യൂസുഫുൽ ദുവൈനി, ഷാഫി തബഖാത്തിൽപ്പെട്ട വലിയ പണ്ഡിതനായ യൂസുഫുൽ ദുവൈനിയുടെ ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാന പേജ് വരെ മുജാഹിദുകൾ അംഗീകരിക്കും. സമസ്തക്ക് അംഗീകരിക്കാൻ ധൈര്യമുണ്ടോ? സൗകര്യമുണ്ടോ? മുജാഹിദുകൾ പണ്ഡിതന്മാരെ തള്ളുന്നു എന്നാ പറയുന്നത്. മഹാനായ ഇമാം രചിച്ച ഇബാനയാണ് എന്റെ കയ്യിലുള്ളത്. ഈ ഇബാന എന്നാണ് രചിച്ചിരിക്കുന്നത് അറിയോ? 90 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ പ്രിന്റ് കൈറോയിലും സിറിയയിലും അച്ചടിക്കപ്പെട്ട ഗ്രന്ഥങ്ങളുണ്ടായിരുന്നു. അതിൽ കൈറോയിൽ നിന്നിറങ്ങിയ 90 വർഷം മുമ്പ് ഇറങ്ങിയ ഗ്രന്ഥമാണ്. ഈ ഗ്രന്ഥത്തിന്റെ 1-ാം പേജ് തൊട്ട് അവസാനം വരെ മുജാഹിദുകൾ അംഗീകരിക്കാം. സമസ്തക്ക് തയ്യാറുണ്ടോ? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് സഹോദരങ്ങളെ, എന്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. ഇതുപോലെ പൊള്ളുന്ന സമസ്തയുടെ ഉസ്താദാക്കന്മാർക്ക് ഉറക്കം വരാത്ത ഒരുപാട് സത്യങ്ങളുടെ യാഥാർത്ഥ്യങ്ങളുടെ ബാന്ധവുമായിട്ടാണ് ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഓർമ്മ വേണം. അതുകൊണ്ട് നാളെ പരലോകത്ത് സമസ്തക്കാർ ഇങ്ങോട്ട് മാറൂ എന്നല്ല പറയുക. ഒരൊറ്റ ആയത്ത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. സൂറത്ത് ഫുർഖാനിൽ അല്ലാഹു പറയുന്നു, യൗമ യഅല്ലു ളാലിമു അലാ യദൈഹി. ഈ ലോകത്ത് ജീവിക്കാനുള്ള ക്രമം തെറ്റിച്ച ആളുകൾ അവരുടെ 2 കൈയും കടിച്ച് കരയുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് അവർ പറയും, യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീലാ. പടച്ചവനെ, റസൂലിനോട് കൂടെ ഞാനൊരു മാർഗം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കരയും. യാ വൈലത്താലൈതനീലം അത്തഖിദ് ഫുലാനൻ ഖലീല. ഇന്ന കേമന്മാർ, കൊമ്പന്മാർ, അവരെ ഒന്നും നേതാക്കളാക്കിയിരുന്നില്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ഒരു രംഗം പരലോകത്ത് വരാതിരിക്കാൻ മുജാഹിദൊന്നും ആവണ്ട. നമ്മൾ ചെയ്യുന്നത് റസൂലും സഹാബത്തും താബീകളും തബഉ താബീകളും ചെയ്തതാണോ എന്ന് നോക്കുക എന്ന് മാത്രം ഉണർത്തിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ബഹുമാനായ മുസ്തഫ സഖാഫി അൽ കാമിലി തന്റെ അനുഭവങ്ങൾ കൂടി വിവരിച്ചുകൊണ്ട് 15 മിനിറ്റ് നമ്മോട് സംസാരിക്കും. അതിനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ശേഷം ഇൻഷാ അല്ലാഹ് സലീം ഹമദാനിയും സമാപനം കുറിച്ചുകൊണ്ട് ബഹുമാനായ അബ്ദുറഹ്മാൻ സലഫിയും സംസാരിക്കാനുണ്ട് എന്ന് കൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ യാ അയ്യുഹൻ നാസ് ഖദ് ജാഅകുമുൽ ഹഖ്ഖു മിർ റബ്ബിക്കും فمن اهتدى فإنما يهتدي لنفسه ومن ضل فإنما يضل عليها وما أنا عليكم بوكيل. ബഹുമാനികളെ, അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം ഇവിടെ ഒരുമിച്ച് കൂടി കൂടുതൽ ആമുഖം പറയാതെ അല്പം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പല ആളുകളും ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് പണ്ഡിതന്മാർ കടന്നു വരുമ്പോൾ അതൊക്കെ കൂട്ടത്തിലെ പേടുകളാണ് എന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ അങ്ങനെ മർക്കസിൽ നിന്നും ഒരു പേട് പുറത്തു പോയി എന്നാണ് ഇവരൊക്കെ പറയുന്നത്. പക്ഷേ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 5-ാം ക്ലാസ് മുതൽ 7 വർഷത്തോളം അവിടെ പഠിച്ചു.
ഈ വർഷങ്ങൾക്കിടയിൽ ഈ അസുഖം വരുന്നത്, അഥവാ ഈ പേട്, ഈ സാധനം കേടാവുന്ന ഒരവസ്ഥ ഉണ്ടാവുമല്ലോ, അതൊരു അവസാനത്തെ 2 വർഷത്തിന്റെ ഇടയിലാണ് സൂക്കേട് തുടങ്ങുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ബഹുമാന്യനായ ആ സ്ഥാപനത്തിന്റെ പിതാവായ AP ഉസ്താദ് തന്നെയാണ്. എന്താണ് ആ കാരണം? ഒരിക്കൽ മർക്കസിൽ ഖുതുബിയത്ത് നടക്കുമ്പോൾ 3000 ചില്ലാൻ കുട്ടികൾ ഒന്നിച്ചിരുന്ന ഒരു ഖുതുബിയത്തിന്റെ സദസ്സ്. ആ സദസ്സിൽ വെച്ച് ബഹുമാന്യനായ ഉസ്താദിന്റെ ഗംഭീരമായ വലിയ ശബ്ദത്തോടെ നടക്കുന്ന ഷേഖ് ജീലാനിയെ വിളിച്ചുകൊണ്ടുള്ള ആ പ്രാർത്ഥന, വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി എന്ന് തുടങ്ങുന്ന ആ ബൈത്തിനെ ആധാരമാക്കി 1000 തവണ മറഞ്ഞിരുന്നു കൊണ്ട് ഷേഖ് ജീലാനിയെ വിളിച്ചാൽ ഫഅജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി, അദ്ദേഹത്തെ വിളിക്കുന്ന കാരണം കൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ഉത്തരം ചെയ്യും. അതുകൊണ്ട് ഫൽയദു യാ അബ്ദുൽ ഖാദിർ ജീലാനി, അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞതുപോലെ ശൈഖുനാന്റെ ഗാംഭീര്യമായ ശബ്ദത്തിൽ യാ ഗൗസു യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, അങ്ങനെ ശബ്ദങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം അന്ന് ആ സദസ്സിൽ വെച്ചുകൊണ്ട് വല്ലാഹി പടച്ചവനെ തന്നെയാണ് സത്യം, എന്റെ മനസ്സിൽ വേജാർ അനുഭവപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആ സദസ്സ് തീരുന്നത് വരെ യാ ഹയ്യു യാ ഖയ്യൂം യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞവനാണ് ഞാൻ. അങ്ങനെ പിന്നെ എന്താണ് ഇത്രയും കാലം പിന്നെ മിണ്ടാണ്ട് എന്നൊക്കെ ചോദിക്കും ചില കുട്ടികൾ. ആ കൂട്ടുകാർക്കെല്ലാം അറിയാം. ഉദാഹരണം, ഒറ്റപ്പാലത്തുള്ള എൻ്റെ കൂട്ടുകാരനാണ് സിദ്ദീഖ് സഖാഫി അൽ കാമിലി ഒറ്റപ്പാലം. അതുപോലെ തന്നെ അലവി സുലൈമാൻ, ഇതൊക്കെ കൂട്ടത്തിൽ പെട്ടതാണ്. അങ്ങനെ ഞാൻ ചില വർത്തമാനങ്ങളൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എന്നോട് ഈ സിദ്ദീഖ് സഖാഫിയാണ് കൂടെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കൂട്ടുകാരൻ. അവൻ പറഞ്ഞു, മുസ്തഫ ജെങ്ങാനും പുറത്തു പോയല്ല ഞാൻ തട്ടുന്നു. ഇത് പറഞ്ഞിട്ടില്ല എന്നൊരു സഖാഫിയോട് ചോദിച്ചു നോക്കി. അതായില്ലേ, അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്. പിന്നെ മറ്റൊരു സംഭവം, ഞാനിപ്പോൾ അടുത്ത് വന്നപ്പോൾ എൻ്റെ സഖാഫി ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. അങ്ങനെ കൂട്ടുകാരനായിട്ട് കണ്ടപ്പോൾ സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. വികാരത്തോടെ കൂട്ടുകാരനെ ഒരുപാട് കാലം ഒരുമിച്ച് പഠിച്ചത് കൊണ്ട് വലൈക്കും അസ്സലാം എന്നൊക്കെ സലാം മടക്കി. സലാം മടക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് വേറെ തുണക്കാരുണ്ട്. അവന് പറഞ്ഞു കൊടുക്കുകയാണ്, ഇതാണ് ഷെയ്ഖുന ശംസുൽ ഉലമ വാലും മുള്ളില്ലു എന്ന് പറഞ്ഞ ആ പ്രസ്ഥാനത്തേക്ക് പോയ സക്കാഫിയാണ് എന്നെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അടുത്ത ചങ്ങായി ഷെയ്ഖുന ശംസുൽ ഉലമ വാലും മുള്ളില്ലു എന്ന് പറഞ്ഞ നമ്മക്ക് അർഹത ഉണ്ടോ? ഞാനിതൊക്കെ ഒന്നിച്ച് പഠിച്ചതല്ലേ, നമ്മളെ നേതാവല്ലേ ഉള്ളാൾ തങ്ങള്. ആ ഉള്ളാൾ തങ്ങള് കഫറ എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞ കാര്യമുണ്ടോ? വേണ്ടോ? അപ്പൊ എന്താണ് പറയുന്നത് എന്താണ് ചെയ്യുന്നത് പെടുത്തൂല്ല. അപ്പൊ സത്യത്തില് ആരാണ് ഹക്ക് ആരാണ് പിഴച്ചത് അവർക്ക് തന്നെ ഒരു പിടുത്തല്ലാത്തൊരവസ്ഥ. എന്തുകൊണ്ടിത് സംഭവിച്ചു? സഹോദരന്മാരെ, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇത്തിബാ എന്ന് പറയുന്ന, ഇവിടെ പ്രസംഗിച്ച എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ നമുക്ക് വേണ്ട മർമ്മ പ്രധാനമായ ഇത്തിബാ, അത് അള്ളാഹുവിനെ സ്നേഹിക്കണമെങ്കിൽ, അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടൊരു മുസ്ലിമായി മരിക്കണമെങ്കിൽ, അത് അള്ളാഹു പാപം പുറത്തുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ഇത്തിബാ നിർബന്ധ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഖുൽ മുഹമ്മദ് നബിയെ താങ്കൾ പറയുക, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ് വയഗ്ഫിർ ലക്കും ദുനൂബക്കും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ
മുഹമ്മദ് നബി അവരോട് പറയുക ഫത്തബിഊനി, എന്നെ പിൻപറ്റണമെന്ന് പറയാ. അങ്ങനെ മുഹമ്മദ് നബിയെ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. പിന്നെയോ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അള്ളാഹു നിങ്ങളുടെ പാപം പൊറുക്കും. വല്ലാഹു ഗഫൂറുർ റഹീം, അള്ളാഹുവാണ് കാരുണ്യവാനും പാവം പൊറുക്കുന്നവനും. അപ്പോൾ ഈ ഒരു ലക്ഷ്യം ലഭിക്കണമെങ്കിൽ ഇത്തിബാ വേണം. പക്ഷെ എന്നാൽ എല്ലാവരും പറയുന്നത്, ഈ കൂട്ടരൊക്കെ പറയുന്നത്, ഞങ്ങളൊക്കെ പറഞ്ഞ ഇത്തിബാ തന്നെയാണ്. പക്ഷെ അത് ഇത്തിബാഇന്റെ മറവിലുണ്ടായിരുന്ന ഒരു ഉലുവ് എന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇത്തിബാ അല്ല. നിങ്ങൾ നോക്കൂ, ഏതെല്ലാം വിഷയത്തിൽ ഇത്തിബാ വേണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. ബഹുമാന്യനായ ഫൈസി അവറുകൾ പറഞ്ഞല്ലോ, ഷാഫി മദ്ഹബ് പ്രകാരമുള്ള മസ്അലകളെല്ലാം ചർച്ച ചെയ്തു. എന്താണ് പറഞ്ഞതിന്റെ ആകത്തുക? എന്താണ് അത്? ഫുറൂഇയായ മസ്അലകളാണ്. ഫുറൂഇയായ മസ്അലകളിൽ വരെ ഇത്തിബാ ഉണ്ടെങ്കിലേ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ കഴിയൂ. അങ്ങനെ ഫുറൂഇയായ മസ്അലകളിൽ ഇതിന് ഇജ്തിഹാദിന് അർഹതയുള്ള ആ പണ്ഡിതന്മാർ വരെ പറഞ്ഞത്, നിങ്ങൾ ഞങ്ങളെ അന്ധമായി അനുകരിക്കരുത്. പിന്നെയോ ഞങ്ങൾ പറഞ്ഞതിനെതിരിൽ ഹദീസുകൾ നിങ്ങൾ കണ്ടാൽ ഞങ്ങളുടെ വാക്കിനെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഹദീസ് സ്വീകരിക്കണേ, അതാണ് ഞങ്ങളുടെ മദ്ഹബ് എന്ന് പഠിപ്പിച്ചവരാ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ഫുറൂഇയായ മസ്അലകളിലും അഥവാ ഇജ്തിഹാദിന് അർഹതയുള്ള മസ്അലകളിലും ഫർഇയായ കാര്യങ്ങളിലും ഇത്തിബാ വേണം. എന്നാൽ സഹോദരന്മാരെ, ഇതുപോലത്തെ മസ്അലകളിൽ ഇത്തിബാ ഇല്ലാതെ സ്വയം ഇജ്തിഹാദ് ചെയ്യാൻ തുടങ്ങിയതാണ് ഇവിടത്തെ പണ്ഡിതന്മാർക്ക്, സമസ്തക്കാർക്കൊക്കെ പറ്റിയൊരു പ്രശ്നം. അത് മുസ്ലിയാക്കന്മാർ, സമസ്തക്കാർ, പണ്ഡിതന്മാർ ചെയ്യുമ്പോൾ സാധാരണക്കാർ അത് മൗലവിമാരല്ലേ, ഉസ്താദുമാരല്ലേ, നുണ പറയില്ലല്ലോ എന്ന ഒരു ധാരണയോടുകൂടെ അവരും കുടുങ്ങി. അതാണ് പ്രശ്നം. ഇനി നിങ്ങളൊരൊറ്റ ഉദാഹരണം നിങ്ങൾ നോക്കൂ. ഉസൂലിയായ കാര്യങ്ങളിൽ, അഥവാ ഞാൻ ഈ ആളുകൾ എവിടേക്ക് എത്തി എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി അത് പറയുന്നത്. അതായത് ഒരു നിലക്കും ഇജ്തിഹാദിന് അർഹതയില്ലാത്തൊരു വിഷയമാണ് ഉസൂൽ, ഈമാൻ, വിശ്വാസപരമായ കാര്യങ്ങൾ. എന്നാൽ ഇന്ന് ഈ ഉസൂലിയായ കാര്യങ്ങളിൽ ഇജ്തിഹാദ് ചെയ്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹി മുഖേന പഠിപ്പിച്ച വിശ്വാസപരമായ കാര്യങ്ങൾ അതിൽ ഇജ്തിഹാദ് ചെയ്തുകൊണ്ട്, ഗവേഷണം ചെയ്തുകൊണ്ട് അതിനെതിരിൽ പ്രചാരണം നടത്തുന്ന ഒരു വിഭാഗമായി ആയി. നിങ്ങൾ നോക്കൂ, പ്രാർത്ഥന, ഒരൊറ്റ ഉദാഹരണം എടുക്കുക. പ്രാർത്ഥന എന്നുള്ളത് അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. ഇതാണ് പ്രമാണം, ഇതാണ് ഉസൂല്. ഇത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആമന്ന വസല്ലംന. പക്ഷേ ഇന്ന് സമസ്തക്കാർ അതല്ലെങ്കിൽ ഉസ്താദുമാർ അതിൽ ഇജ്തിഹാദ് ചെയ്തു. എന്നിട്ടോ എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെല്ലാം അള്ളാഹുവിനോടേ പ്രാർത്ഥിക്കാൻ പറ്റൂ. ഇനി ആ ഖുർആൻ വെച്ചുകൊണ്ട് ഇജ്തിഹാദ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ആ ഖുർആനൊന്ന് വളക്കണം, ആ ഖുർആനൊന്ന് ഒടിക്കണം, അല്ലെങ്കിൽ മാറ്റം വരുത്തണം. അല്ലാണ്ട് രക്ഷയില്ലല്ലോ. നിങ്ങൾ നോക്കൂ, നമ്മുടെ കൂട്ടുകാരൻ തന്നെ സുലൈമാൻ സഖാഫി, നിങ്ങൾക്കൊക്കെ അറിയാം, സുലൈമാൻ മാളിയക്കൽ. വിശുദ്ധ ഖുർആനിലെ വളരെ മർമ്മപ്രധാനമായ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്താഅ ബിഇദ്നില്ലാഹ് വലൗ അന്നഹും യദ്ലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ എന്ന ആയത്തിനെ അല്ലാഹുവല്ലാതെ അല്ലാഹുവിനോട് കൂടെ റസൂലിനെയും വിളിച്ചു പ്രാർത്ഥിക്കണം എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഈ ആയത്തിനെ മറിച്ചതെങ്ങനെയാണ് ഇജ്തിഹാദ് ചെയ്തത്? നേരെ ഓതിയിട്ടല്ല, നേരെ അർത്ഥം പറഞ്ഞിട്ടല്ല. പിന്നെയോ ഫസ്തഗ്ഫറ ലഹുമുർ റസൂലു എന്നിടത്ത് ഫസ്തഗ്ഫറ ലഹുമുർ റസൂല എന്ന് അർത്ഥമാക്കി അങ്ങനെ എഴുതി അല്ലേ? അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂലിനോട് പൊറുക്കലിനെ തേടുകയും ചെയ്താൽ ഇതെന്താ പറഞ്ഞത്? അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടെ ഇസ്തിഗാസ റസൂലിനോടും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരോടും ഔലിയാക്കന്മാരോടൊക്കെ ഇസ്തിഗാസ ചെയ്യൽ അനുവദനീയമാണ് എന്ന് സ്ഥിരപ്പെടുത്തണമെങ്കിൽ
അതിന് ഖുർആൻ തെളിവല്ല, ഹദീസിൽ തെളിവില്ല. പിന്നെ അതിനുണ്ടാക്കുന്നത് ഇതുപോലെ കോട്ടിമാറ്റിയിട്ടും അതുപോലെ തന്നെ അസ്ത്രങ്ങൾ മാറ്റിയിട്ടുമാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾ നോക്കൂ, എത്ര ഉസ്താദുമാർ ഇതൊക്കെ കേട്ടു, എന്തേന്നും മിണ്ടാത്തത്? എന്തേ സുലൈമാൻ സഖാഫിയോട് ആ പുസ്തകം ഒന്ന് പിൻവലിക്കാൻ പറയാത്തത്? ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിന്റെ മതത്തിൽ സാധാരണക്കാരായ ആളുകളെ കബളിപ്പിച്ചുകൊണ്ട് ഇല്ലാത്തതിനെ കടത്തിക്കൂട്ടുന്ന ഒരു വിഭാഗമായി നമ്മുടെ നേതാക്കന്മാർ ഉസ്താദുമാരൊക്കെ ആയപ്പോ, സത്യം പറയണമെങ്കിൽ, കാര്യം മനസ്സിലാക്കണമെങ്കിൽ ഇതുപോലത്തെ വേദികൾ അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വേദിയിലെത്തിപ്പെട്ടത്. അതിന് കാരണക്കാർ അവർ തന്നെയാണ്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അള്ളാഹുവിന്റെ മതത്തിൽ ഒരു ഖുറൈശിക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു വഹി മുഖേന അറിയിച്ചു കൊടുത്ത മതം, അതിലാർക്കും തന്നെ ഒന്നും തിരുമറി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്കറിയാമോ, ഒരൊറ്റ ഹദീസ് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മഹാനായ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ഇദാ അതൈത മൽജഅക, നീ ഉറങ്ങാൻ ചെന്നാൽ, ഫതവല്ല ഉളൂഅക ലിസ്സലാ, നമസ്കരിക്കാൻ ഒളൂ ചെയ്യുന്നത് പോലെ ഒളൂ ചെയ്ത് ഉറങ്ങാൻ കിടക്കണം. അങ്ങനെ നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ സുമ്മ ഖുൽ, പിന്നെ നീ പറയണം, അല്ലാഹുമ്മ അസ്ലംതു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക വഅൽജഅതു ലഹ്രി ഇലൈക റഗ്ബതൻ വറഹ്ബതൻ ഇലൈക ലാ മൽജഅ വലാ മൻജാ മിൻക ഇല്ലാ ഇലൈക اللهم آمنت بكتابك الذي أنزلت وبنبيك الذي أرسلت. ഈ പ്രാർത്ഥന നീ പ്രാർത്ഥിക്കണം. അങ്ങനെ നീ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് فإن مت من ليلتك, അന്ന് രാത്രി നീ മരിച്ചാൽ, فأنت على الفطرة, നീ മുസ്ലിമായി മരിക്കാൻ സാധ്യതയുണ്ട്, നീ മുസ്ലിമായിട്ടാണ് മരിക്കുന്നത്. ഈ ഹദീസിനെ, ഈ പ്രാർത്ഥനയെ മഹാനായ ബറാ ഇബ്നു ആസിബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അല്ലാഹുമ്മ ആമന്തു ബികിതാബികല്ലദീ അൻസൽത വബിനബിയികല്ലദീ അർസൽത എന്നാണ്. അഥവാ നബിയിക എന്ന വാക്കാണ് അവിടെ ഉപയോഗിച്ചത്. നിങ്ങൾ നോക്കൂ, മഹാനായ ബറാ ഇബ്നു ആസിബ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയുകയാണ്, ഫലമ്മാ റദത്തുഹാ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പ്രാർത്ഥന ഞാൻ അല്ലാഹുവിന്റെ റസൂലിനൊന്ന് ചൊല്ലിക്കൊടുത്തു. അങ്ങനെ ഫലമ്മാ ബലഗത്, ഞാൻ എത്തിയപ്പോൾ, അല്ലാഹുമ്മ ആമന്തു ബികിതാബികല്ലദീ അൻസൽത, അല്ലാഹുവേ നീ ഇറക്കിയ കിതാബ് കൊണ്ട് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, വബിറസൂലികല്ലദീ അർസൽത. നബിയിക എന്ന വാക്ക് റസൂൽ ഉപയോഗിച്ചിടത്ത് ഞാൻ അല്ലാഹുവിന്റെ റസൂലിനോട് ചൊല്ലിക്കൊടുത്തപ്പോൾ നബിയിക എന്ന് പറയാതെ റസൂലിക എന്ന വാക്ക് ഉപയോഗിച്ചപ്പോൾ, സഹോദരന്മാരെ, എന്താണ് വ്യത്യാസമുള്ളത്? നബിയിക എന്ന് പറയുന്ന സ്ഥാനത്ത് റസൂലിക എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂല് കേട്ട ഉടനെ പറഞ്ഞില്ല, അങ്ങനെ പറയരുത്. പിന്നെയോ വബിനബിയികല്ലദീ അർസൽത, നീ അയച്ച നബിയെ കൊണ്ട് എന്ന നബി എന്ന പദം തന്നെ പ്രയോഗിക്കണം. എന്താണ് സഹോദരന്മാരെ നമുക്ക് പഠിക്കാനുള്ള പാഠം? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അല്ലാഹുവിന്റെ റസൂല് ദീൻ പഠിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ വഹ്യ് പ്രകാരമാണ്. അല്ലാഹു വഹ്യ് മുഖേന പഠിപ്പിച്ചത് വബിനബിയിക എന്ന പദമാണ്. അപ്പോൾ അല്ലാഹു വഹ്യിലൂടെ അറിയിച്ച പദത്തെ അത് അർത്ഥവ്യത്യാസമില്ല എന്ന് വിചാരിച്ചിട്ട് പോലും അല്ലാഹുവിന്റെ റസൂലിന് പോലും മാറ്റാൻ പറ്റില്ല എന്നാണ് പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, അതാണ് ഇത്തിബാ. ആ ഇത്തിബാ ഇല്ലാതെ പോയതാണ് നമ്മുടെ ഉസ്താദുമാർക്ക് പറ്റിയ അമളി.
ആ ഉസ്താദുമാർ ചെയ്യുന്ന പ്രവർത്തനത്തെ സാധാരണക്കാർ തെറ്റിദ്ധരിച്ചതാണ്, സാധാരണക്കാർക്ക് പറ്റിയ അമളി. അതുകൊണ്ട് സാധാരണക്കാരും എല്ലാത്തവരും സഹോദരന്മാരെ നല്ല പോലെ ചിന്തിക്കുക. ഒരൊറ്റ ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ആരാണ് അബ്ദുല്ലാഹിബിൻ ഉമർ? മുത്തബിഉ സുന്നയായ മഹാനായ സഹാബി. അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിനെ ഇങ്ങനെ പിൻപറ്റാൻ ഇത്രയധികം ആഗ്രഹിക്കുന്ന സഹാബി. ആ സഹാബിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മനുഷ്യൻ തുമ്മുകയാണ്. അദ്ദേഹം പറയുന്നു, മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ, ഖദ് സമിഅ റജുലൻ അതസ്. ഒരു മനുഷ്യൻ തുമ്മുന്നത് കേട്ടു. തുമ്മിയ ഉടനെ തന്നെ ആ മനുഷ്യൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിച്ചു. അങ്ങനെ അള്ളാഹുവിനെ സ്തുതിച്ച് അൽഹംദുലില്ലാ പറഞ്ഞതിന്റെ ശേഷം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ ഒരു സ്വലാത്തും കൂടെ ചൊല്ലി. സഹോദരന്മാരെ, എന്താണ് പ്രശ്നമുള്ളത്? അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചെല്ലുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നത് തെറ്റായ കാര്യമാണോ? നിങ്ങൾ നോക്ക്, മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ ഈ മനുഷ്യൻ തുമ്മിയതിന്റെ ശേഷം അൽഹംദുലില്ലാ പറഞ്ഞിട്ടൊരു സ്വലാത്തും കൂടെ ചൊല്ലിയപ്പോൾ മഹാനായ അബ്ദുല്ലാഹിബിൻ ഉമർ പറഞ്ഞു, മാ ഹകദാ അല്ലമനാ റസൂലുള്ളാഹ്. ഇപ്രകാരമല്ല അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂല് നമ്മെ പഠിപ്പിച്ചത് ഇപ്രകാരമല്ല. പിന്നെയോ അല്ലാഹുവിന്റെ റസൂൽ ബൽ ഖാൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇദാ അതസ അഹദുക്കും, നിങ്ങളിൽ നിന്ന് ആരെങ്കിലും തുമ്മിയാൽ ഫൽയഹ്മദില്ലാഹ്, അല്ലാഹുവിനെ സ്തുതിക്കട്ടെ. വലം യഖുൽ, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ല, വൽ യുസല്ലി അലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്തും കൂടെ ചൊല്ലണമെന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാ പറയലാണ് ഇത്തിബാഅ്. എന്തേ റസൂലിന്റെ മേലൊരു സ്വലാത്തും കൂടെ ചൊല്ലിക്കൂടെ? അത് പുണ്യമുള്ളതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അവിടെ ഒരു സ്വലാത്ത് കാച്ചുവാൻ, അവിടെ ഒരു സ്വലാത്ത് പാസാക്കുവാൻ ആർക്കും അർഹതയില്ല. സഹോദരന്മാരെ, ദീൻ എന്നുള്ളത് ഇത്തിബാഅാണ്. അത് ഉസൂലും ഫുറൂഉം മുഴുവനും ഇത്തിബാഅാണ്. ഈ വസ്തുത എന്റെ സഹോദരന്മാർ മുഴുവനും മനസ്സിലാക്കിയെങ്കിൽ എന്ന് ഞാനൊന്ന് ആശിച്ചു പോകുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് സത്യം സത്യമായി മനസ്സിലാക്കുവാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്റെ കൂട്ടത്തിലുള്ള സഖാഫികളെ, നിങ്ങളും ചിന്തിക്കുവീൻ, നിങ്ങൾക്കും സത്യത്തിലെത്തിപ്പെടാം. ഒരിക്കൽ നിങ്ങൾക്കും ഇതുപോലെ പേടായിക്കൊണ്ട് നല്ല മാർഗത്തിലേക്ക് എത്തിപ്പെടാം. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് അവസാനമായി പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. SSFന്റെ മുൻ കൊല്ലം ജില്ലാ സെക്രട്ടറിയും തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ സന്തതിയായ ഇമാം കൗൺസിലിന്റെ സംസ്ഥാന ഭാരവാഹിയുമായിരുന്ന സലീം ഹമദാനിയാണ് അടുത്ത സംസാരിക്കുന്നത്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സഖാഫി സംസാരിച്ചപ്പോൾ സുലൈമാൻ സഖാഫിയുടെ പുസ്തകം പറഞ്ഞത് സുന്നത്തെ ജമാഅത്ത് എന്ന പുസ്തകം ഇസ്തിഗാസ എന്നായി മാറിയിട്ടുണ്ട്, അതിൽ കൂടേണ്ടതില്ല. ഒരുപാട് കൃത്രിമം കാട്ടി ആളുകളെ പറ്റി പറയുമ്പോൾ ഒരു പക്ഷേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറയാം എന്നാണ് ഓർമ്മപ്പെടുത്തേണ്ടത്. ഹമദാനിയെ ആദരപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين المجاهدين أما بعد. ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഇസ്ലാമിന്റെ തനതായ ശബ്ദം വിവരിക്കുന്ന ഒരു വേദി, അതിൽ അല്പസമയം പങ്കെടുക്കുവാൻ നമുക്കെവർക്കും അവസരം നൽകിയിരിക്കുകയാണ്. എനിക്കു മുന്നേ
സംസാരിച്ചു കഴിഞ്ഞ മുഴുവൻ പണ്ഡിതന്മാരും അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രവർത്തന മാർഗങ്ങളുമെല്ലാം വിശദീകരിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സുദീർഘമായ സംസാരത്തിന് അവസരമില്ല എന്നും നമുക്കറിയാം. കാരണം ശേഷം ബഹുമാന്യനായ അബ്ദുറഹ്മാൻ സലഫി അവരുടെ സമാപന പ്രസംഗം നടക്കാനിരിക്കുകയുമാണ്. എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, ഓരോ കാര്യങ്ങളും സമർത്ഥിക്കുന്നതിന് വേണ്ടി പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തിന്റെ വിവിധ ഭാഗങ്ങളും ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ ഏറെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വചനമാണ്, ഒരു സന്ദേശമാണ് ജിഹാദി എന്നത്. ഇന്ന് യുവസമൂഹത്തിന്റെ ഇടയിൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി സായുധ പോരാട്ടം അനിവാര്യമാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ജുഗുപ്സാവഹമായ പ്രവർത്തനങ്ങൾ നാടിന്റെ നാനാഭാഗത്തും നടന്നുപോവുകയാണ്. പരിശുദ്ധ ഖുർആൻ നമ്മൊന്ന് പരതി നോക്കുമ്പോൾ ജിഹാദി എന്ന പദം വ്യത്യസ്ത രൂപത്തിൽ വ്യത്യസ്ത അർത്ഥങ്ങളിലായി വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പഠിപ്പിക്കുന്നുണ്ട്. ഇതൊരു സായുധ പോരാട്ടത്തിന് വേണ്ടി മാത്രമുള്ള പദമായിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മേഖലയിലേക്ക് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവ സുഹൃത്തുക്കൾ ഏറെ ചിന്തിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ ജിഹാദി എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്തായിരുന്നു, അത് എന്തെല്ലാം അർത്ഥത്തിലായിരുന്നു സമൂഹത്തെ സമുദ്ധരിച്ചിട്ടുള്ളത് എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ആയുധ പോരാട്ടത്തിന്റെ മേഖലയിലേക്ക് ഇറങ്ങി തിരിച്ചു എന്ന് വരുത്തി തീർക്കുവാനും അതുകൊണ്ട് ഇന്ത്യൻ സാഹചര്യത്തിൽ സായുധ പോരാട്ടമാണ് അനിവാര്യമെന്നും പ്രവാചക നിന്ദകൾ പോലെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ടത് ആയുധ വിപ്ലവം കൊണ്ടാണ് എന്നും വരുത്തി തീർക്കുവാനുള്ള ശ്രമം നടക്കുമ്പോ നാം മനസ്സിലാക്കേണ്ടത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയുധ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയ പശ്ചാത്തലം ഏതായിരുന്നു എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പലപ്പോഴും ജിഹാദി എന്നാൽ സായുധ പോരാട്ടമല്ല എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നു എങ്കിൽ പരിശുദ്ധ ഖുർആനില് സായുധ പോരാട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു എങ്കിൽ പരിശുദ്ധ ഖുർആനിനെ അവഗണിച്ചവരാണ് എന്ന് പറയേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ സായുധ പോരാട്ടത്തെക്കുറിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. എപ്പോഴാണ് അത് അനിവാര്യമാകുന്നത്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നുബുവത്തിന് ശേഷം എത്രയോ കാലം മക്കയിൽ ജീവിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ ഖുബൈസ് പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ചുകൊണ്ട് തൗഹീദിന്റെ സന്ദേശമായ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഘട്ടത്തില് അല്ലാഹുവിന്റെ റസൂലിനെ ഭ്രാന്തനായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് തുടർന്നുള്ള ഓരോ നിമിഷങ്ങളും പരിശോധിച്ചു നോക്കുമ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മൃഗീയമായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്ന, ആക്ഷേപിച്ചുകൊണ്ടിരുന്ന, കുപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സമൂഹത്തെയാണ് മക്കയിലെ മുശ്രിക്കുകളുടെ ചരിത്രം നമ്മുടെ മുന്നിൽ വരച്ചു കാണിക്കുന്നത്. തായിഫിന്റെ താഴ്വരയിൽ വെച്ച് തെരുവ് തെണ്ടികളായ പിഞ്ചു കുഞ്ഞുങ്ങളുടെ കയ്യില് പാറക്കല്ലുകൾ കൊടുത്തിട്ട് മക്കളെ മക്കത്തെ മുഹമ്മദ് ഇതുവഴി നടന്നു വരുമ്പോ ആ മുഹമ്മദിന്റെ തലയെ ലക്ഷ്യമാക്കി എറിയണേ എന്ന് പറഞ്ഞിട്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹിയെ തായിഫിന്റെ താഴ്വരയിൽ വെച്ച് മൃഗീയമായിട്ട് ആക്രമിച്ച ചരിത്രം പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒരു തരി മണ്ണെടുത്തുകൊണ്ടെങ്കിലും ഒരു പ്രതിരോധ നിര സൃഷ്ടിക്കാൻ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുവദിച്ചില്ല. മഹാന്മാരായ സ്വഹാബത്തിനെ ക്രൂരമായിട്ട് ആക്രമിച്ചു. തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരില്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രബോധനം ചെയ്തതിന്റെ പേരില്
ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ ചുട്ടുപഴുത്തു കൊള്ളുന്ന മണലാരുണ്യത്തിലേക്ക് മലർത്തി കിടത്തിയിട്ട് വിവസ്ത്രനായി കിടക്കുന്ന ബിലാലിന്റെ നെഞ്ചിലേക്ക് വലിയ പാറക്കല്ലുകൾ എടുത്തു വെച്ചിട്ട് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ട് കാലുകളും ഒട്ടകത്തിന്റെ പിൻകാലുകളിലേക്ക് കെട്ടിയിട്ട് ആ ഒട്ടകത്തെ മുന്നോട്ടാട്ടി തെളിയിക്കുമ്പോ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നെഞ്ചിലിരിക്കുന്ന പാറക്കല്ലിന്റെ ഭാരം കൊണ്ട് ആ നെഞ്ച് താഴെ കമർന്നുകൊണ്ടിരിക്കുമ്പോ ശരീരത്തിന്റെ പിന്നാമ്പുറം കീറിയിട്ട് രക്തം വാർത്തളിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാര് പറഞ്ഞത്, ബിലാലേ, നീ നിന്റെ ആദർശം ഒഴിവാക്കാൻ തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രബോധന മാർഗം ഉപേക്ഷിക്കാൻ തയ്യാറുണ്ടോ? നിന്നെ ഞങ്ങൾ മോചിതനാക്കാമെന്ന് പറയുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു തആല അൻഹു പ്രഖ്യാപിച്ചത് അല്ലാഹു അഹദ്. ആ തൗഹീദിന്റെ സന്ദേശം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോ ഉമയ്യത്തിന്റെ കിങ്കരന്മാരുടെ കയ്യിലിരിക്കുന്ന ചാട്ടവാറിന്റെ അടി, ആ പ്രവഹരം ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ശരീരത്തിലേക്ക് പതിക്കുമ്പോ ഇതുപോലെയുള്ള ക്രൂരമായ പീഡനങ്ങൾ കണ്ടിട്ട് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഓടിപ്പോയിട്ട് പൊട്ടിക്കരയുന്ന രംഗം ചരിത്രത്തിന്റെ താളുകളിൽ നമുക്ക് കാണാൻ കഴിയും. മുത്ത് റസൂലേ, ബിലാലിനെ ആക്രമിക്കുന്നത് കാണുന്നില്ലേ? സ്വഹാബത്തിനെ ആക്രമിക്കുന്നത് കാണുന്നില്ല റസൂലേ എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ഒന്നനുവാദം കൊടുത്താൽ സ്വന്തത്തെ മറന്നുകൊണ്ട്, കുടുംബത്തെ മറന്നുകൊണ്ട് ആ ശത്രുക്കൾക്കെതിരെ പ്രതിരോധ നിര സൃഷ്ടിക്കാൻ കഴിവുള്ള വിരലിലുണ്ടാവുന്ന സ്വഹാബത്താണ് എങ്കിലും പ്രവാചകനോടൊപ്പമുണ്ട് എങ്കിൽ, പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു തരി മണ്ണെടുത്തുകൊണ്ടെങ്കിലും പ്രതികരിക്കാൻ, പ്രതിരോധ നിര സൃഷ്ടിക്കാൻ അനുവദിച്ചില്ല. മറിച്ചോ ജനിച്ച നാട് വിട്ടിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യാൻ അല്ലാഹുവിന്റെ കൽപ്പന വരികയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. അവസാനം അവിടെ മുത്തി നബിയുടെ നേതൃത്വത്തില് ഒരു ഇസ്ലാമിക നേതൃത്വം രൂപപ്പെട്ടപ്പോ ആ ഇസ്ലാമിക നേതൃത്വത്തോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഉലിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ഹുലിമു. ആക്രമിക്കപ്പെടുന്ന ജനങ്ങൾക്കെതിരെ സായുധ പോരാട്ടത്തിലേക്ക് ഇറങ്ങാൻ പരിശുദ്ധ ഖുർആൻ അനുവാദം നൽകി. വമാ ലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദ്അഫീന മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാൻ യഖൂലൂന റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജ്അൽ ലനാ മിൻ ലദുൻക വലിയൻ വജ്അൽ ലനാ മിൻ ലദുൻക നസീറാ. പരിശുദ്ധ ഖുർആനിന്റെ വചനം വന്നു. അബലകളും സബലകളുമാകുന്ന സ്ത്രീകളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോ, പിഞ്ചു കുഞ്ഞുങ്ങളെ ക്രൂരമായിട്ട് ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് ആട്ടി പുറത്താക്കിക്കൊണ്ടിരിക്കുമ്പോ അവർക്കെതിരെ എന്തുകൊണ്ട് സായുധ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിച്ചത് ഒരു ഇസ്ലാമിക നേതൃത്വത്തോടായിരുന്നു എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആനില് ആയുധം സജ്ജമാക്കാൻ പറയുന്നില്ലേ എന്ന് ചോദിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ആയുധം എടുക്കാൻ പറഞ്ഞതും ആയുധങ്ങൾ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞതും ഇസ്ലാമിന്റെ സിവിൽ ക്രിമിനൽ നിയമം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ഭരണകൂടമുണ്ടായാൽ ആ ഭരണകൂടം അനുവർത്തിക്കേണ്ട നയനിലപാടുകളാണ് പരിശുദ്ധ ഖുർആൻ ലോകത്തിന്റെ മുന്നിൽ വിഭാവനം ചെയ്യുന്നത്. അതുകൊണ്ട് ജിഹാദ്, സായുധ പോരാട്ടം ഏത് ഘട്ടത്തിലാണ് അനിവാര്യമാകുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കാലഘട്ടത്തില് മനുഷ്യ സമൂഹത്തിന് അനുഗ്രഹീതമായ അനുവദിക്കപ്പെട്ട ഒരു പോരാട്ടമുണ്ട്, ഒരു ജിഹാദുണ്ട്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വജാഹിദുഹും ബിഹി ജിഹാദൻ കബീറ. ഏറ്റവും വലിയ ജിഹാദ് പരിശുദ്ധ ഖുർആൻ കയ്യിലെന്തിക്കൊണ്ടുള്ള ജിഹാദാണ്. ഒരു ഭാഗത്ത് അല്ലാഹുവിന്റെ ഏകത്വത്തിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ